കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽ തളിറ് വണങ്ങുന്നു കരുണാമയേ. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽ തളിറ് വണങ്ങുന്നു കരുണാമയേ. അത്തലൊക്കെ നീങ്ങുവാൻ കനിവേഗണേ, ചിത്തസൗഖ്യമാളുവാൻ തുണയാകണേ. അത്തലൊക്കെ നീങ്ങുവാൻ കനിവേഗണേ, ചിത്തസൗഖ്യമാളുവാൻ തുണയാകണേ. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽ തളിറ് വണങ്ങുന്നു കരുണാമയേ. നെയ്വിളക്ക് വച്ചിടാം, നേർച്ചകൾ കഴിച്ചിടാം, തെച്ചിമാല ചാർത്തി ഞങ്ങൾ പൂജ ചെയ്തിടാം. നെയ്വിളക്ക് വച്ചിടാം, നേർച്ചകൾ കഴിച്ചിടാം, തെച്ചിമാല ചാർത്തി ഞങ്ങൾ പൂജ ചെയ്തിടാം. തെറ്റുകൾ പൊറുക്കണേ, നേർവഴികൾ കാട്ടണേ, മറ്റൊരാശ്രയം ജഗത്തിൽ ആരാണമ്മേ. തെറ്റുകൾ പൊറുക്കണേ, നേർവഴികൾ കാട്ടണേ, മറ്റൊരാശ്രയം ജഗത്തിൽ ആരാണമ്മേ. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽ തളിറ് വണങ്ങുന്നു കരുണാമയേ. നിത്യവും ഭജിച്ചിടാം, നിൻ ഗുണങ്ങൾ പാടിടാം, നിസ്തുല പ്രഭാമയേ നമസ്കരിച്ചിടാം. നിത്യവും ഭജിച്ചിടാം, നിൻ ഗുണങ്ങൾ പാടിടാം, നിസ്തുല പ്രഭാമയേ നമസ്കരിച്ചിടാം. കൺമിഴി തുറക്കണേ, കനിവിയന്നു നോക്കണേ, കന്മഷങ്ങൾ നീക്കിയെന്നും പോറ്റേണമേ. കൺമിഴി തുറക്കണേ, കനിവിയന്നു നോക്കണേ, കന്മഷങ്ങൾ നീക്കിയെന്നും പോറ്റേണമേ. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽ തളിറ് വണങ്ങുന്നു കരുണാമയേ. കാത്തുകൊള്ളുക ഞങ്ങളെ പരദേവതേ, കാൽ തളിറ് വണങ്ങുന്നു കരുണാമയേ. കാൽ തളിറ് വണങ്ങുന്നു കരുണാമയേ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭാഗവത സപ്താഹം 2-ാം ദിവസം ആരംഭിക്കുകയാണ്. 2-ാം ദിവസം എന്താ കഥ പറയാൻ പുറപ്പെടുന്നു ശ്രീശുക ബ്രഹ്മർഷി. ചുറ്റും ആയിരക്കണക്കിന് ഋഷീശ്വരന്മാർ വളരെ ശ്രദ്ധയോടുകൂടെ പരീക്ഷത്തിരിക്കുന്നു. ശ്രീശുകർ സമാധിയിൽ നിന്ന് ഉണർന്ന് ഈശ്വര കഥ പറയാൻ പുറപ്പെടുകയാണ്. വിതുരമൈത്രേയ സംവാദമാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയെപ്പറ്റി വർണ്ണിച്ചു വരുമ്പോൾ അവിടെ വരാഹാവതാരം, ഹിരണ്യാക്ഷവധം ഒക്കെ പറഞ്ഞു. അപ്പോഴാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന വിതുരർ മൈത്രേയരോട്
ആ കഥ വിസ്തരിക്കണേ എന്ന് പറഞ്ഞു, ഹിരണ്യാക്ഷൻ്റെ കഥ. അപ്പോൾ അത് വിസ്തരിച്ചു. പിന്നീട് വിതുരർ ആ സ്വയംഭൂ മനുവിൻ്റെ കഥ, ആ വംശം വിസ്തരിക്കണേ എന്ന് പറഞ്ഞ സമയത്ത് അത് വിസ്തരിക്കുന്നു. ബ്രഹ്മദേവൻ്റെ പുത്രനാണ് കർദമ പ്രജാപതി. അദ്ദേഹം ബ്രഹ്മദേവൻ്റെ ആജ്ഞ കേട്ട് തപസ് ചെയ്യാനായിട്ട് പോണു. ഗൃഹസ്ഥ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഗൃഹസ്ഥ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളതല്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ വളരെ തഞ്ചത്തിൽ അത് കൈകാര്യം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ തീരൂ. ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ്. അതിനുവേണ്ടി തപസ് ചെയ്യാനായിട്ട് പുറപ്പെടുന്നു. ഇവിടെ കഥകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സൃഷ്ടിക്ക് ഒരുങ്ങുമ്പോൾ നേരെ സൃഷ്ടിക്കാൻ പുറപ്പെടില്ല. ഭഗവാന്റെ ആജ്ഞയോടുകൂടി ഭഗവാനെ ഭജിച്ചിട്ടാണ് ആരംഭിക്കുന്നത്. എന്തും അങ്ങനെയാണ് വേണ്ടത്. സൃഷ്ടിയൊക്കെ ഈശ്വര ഭജനത്തോടു കൂടി വേണം എന്ന് കാണിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. കർദമ പ്രജാപതിയുടെ നിർവ്യാജമായ ഭക്തി കണ്ട് ഭഗവാന്റെ കണ്ണെന്ന് പോലും 2 തുള്ളി കണ്ണുനീര്. അതാണ് ബിന്ദു സരസ് എന്നുള്ള പേരിൽ പ്രസിദ്ധമായ നദി. ഈ കർദമ പ്രജാപതിയുടെ തപസ്സും ഭക്തിയും കണ്ടപ്പോൾ ഭഗവാന് മോഹം, ഇങ്ങനൊരു അച്ഛൻ തനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ഭഗവാന് മോഹം. ഭഗവാൻ അങ്ങോട്ട് പറയാണ്, അങ്ങയുടെ ഭക്തി എനിക്കിഷ്ടമായി, ഞാൻ അങ്ങയുടെ മകനായിട്ട് അവതരിക്കും എന്ന് കർദമ പ്രജാപതിയെ അനുഗ്രഹിച്ച് അങ്ങോട്ട് പറയണു. അദ്ദേഹത്തിന് സന്തോഷമായി. അത് മാത്രമല്ല, അങ്ങ് ഗൃഹസ്ഥ ജീവിതമല്ലേ ആഗ്രഹിക്കുന്നത്, അങ്ങ് എങ്ങോട്ടും പോകണ്ട, അങ്ങ് ഇവിടെ ഇരുന്നോളൂ, അങ്ങേക്ക് വിവാഹം കഴിക്കാൻ ആ പെൺകുട്ടി ഇങ്ങോട്ടെത്തും. സ്വയംഭൂ മനു അദ്ദേഹത്തിൻ്റെ മകൾ ദേവഹൂതി, ആ ദേവഹൂതിയെയും കൂട്ടി ഇങ്ങോട്ട് വരും, അങ്ങേക്ക് വിവാഹം കഴിച്ചു തരും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ കർദമ പ്രജാപതി ഭഗവാനെ ഭജിച്ച് കഴിയുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചതുപോലെ സ്വയംഭൂ മനു തൻ്റെ മകളായ ദേവഹൂതിയെയും കൂട്ടി കർദമ പ്രജാപതിയുടെ അടുത്തെത്തി. തൻ്റെ മകളെ ദേവഹൂതിയെ കർദമ പ്രജാപതിക്ക് വൈദിക വിധിപ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കുന്നു. തൻ്റെ ഈ പുത്രിയെ യോഗ്യനായ കർദമ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് കൃതാർത്ഥനായിട്ട് സ്വയംഭൂ മനു മടങ്ങണു. പിന്നീട് കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും ദാമ്പത്യമാണ് വർണ്ണിക്കുന്നത്. ആദ്യത്തെ കുറച്ചു കാലം കർദമ പ്രജാപതി വിവാഹം കഴിച്ചതുപോലും മറന്നുകൊണ്ട് കഴിയാണ്, ഭഗവാനെ തന്നെ സേവിച്ചും കൊണ്ട്. പക്ഷേ തന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പോലും, തന്നോടൊരു ചിരി, ഒരു നല്ല വാക്ക് പറയണില്ലെങ്കിൽ പോലും തൻ്റെ ഭർത്താവിനെ വേണ്ടതുപോലെ പരിചരിച്ചു ആര്? ഈ ദേവഹൂതി ദേവി. നിത്യം പര്യചരത പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. ഭവാനി ഭവനെ എപ്രകാരം പൂജിക്കുന്നു അതുപോലെ പരമേശ്വരി പാർവതീദേവി പരമേശ്വരനെ എപ്രകാരം പൂജിക്കുന്നു അതുപോലെ മാതൃകാ ദമ്പതികളാണവർ. അങ്ങനെ സേവിച്ചു. ഒരിക്കൽ തൻ്റെ തേവാരമൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ലോണം ഒന്ന് നോക്കി കർദമ പ്രജാപതി ഈ ദേവഹൂതിയെ. ഇത്രയും കാലം താൻ അങ്ങോട്ടൊന്നും മിണ്ടിയില്ലെങ്കിൽ പോലും അവൾ തന്നെ ഇത്ര കണ്ട് സ്നേഹത്തോടു കൂടി സേവിച്ചുവല്ലോ, പരിചരിച്ചുവല്ലോ. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി അദ്ദേഹം പറയുകയാണ്, തുഷ്ടോഹമദ്യ തവമാനവിമാനദായാ ശുശ്രൂഷയാ പരമയാ പരയാ ച ഭക്തിയാ യോ ദേഹിനാമയമതീവ സുഹൃത്സ്വദേഹോ നാവേക്ഷിത സമുചിത ക്ഷപിതും മദർത്ഥേ. അദ്ദേഹം പറയാണ്, തുഷ്ടോഹം, എനിക്ക് സന്തോഷമായി. കാരണം ലോകത്ത് എല്ലാവർക്കും ഏറ്റവും പ്രധാനം തൻ്റെ ദേഹ. അതുപോലും ശ്രദ്ധിക്കാതെ നീ എനിക്ക് വേണ്ടി ഇത്ര അധികം കഷ്ടപ്പെട്ടുവല്ലോ, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി. എന്താ ആഗ്രഹം നിനക്കുള്ളത് ചോദിച്ചു. അവൾ പറഞ്ഞു, പ്രത്യേകിച്ച് എന്താ ആഗ്രഹം, അങ്ങനെ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ ഏതൊരു പത്നിക്കും ഉള്ളതുപോലെ തന്നെ അങ്ങയെപ്പോലെ ഭർത്താവിനെപ്പോലെ തേജസ്സിലൊരു ഉണ്ണി ഉണ്ടാവണമെന്ന് മോഹമുണ്ട്. അതാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അവളുടെ ആഗ്രഹം മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ യോഗശക്തി കൊണ്ട് കാമകം എന്നൊരു വിമാനം നിർമ്മിച്ചു. ആ വിമാനത്തിലേക്ക് 2 പേരും കൂടി പ്രവേശിച്ച് ദേവോദ്യാനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ്. ഈശ്വരനെ ഭജിച്ചും കൊണ്ട്, ഭഗവത് സങ്കീർത്തനം ചെയ്തും കൊണ്ട്, ഈശ്വര കഥകൾ പാടിയും കൊണ്ട് ആ ദേവഹൂതിയും കർദമ പ്രജാപതിയും അങ്ങനെ കഴിഞ്ഞു. കർദമ പ്രജാപതി ദേവഹൂതിയെ സന്തോഷിപ്പിച്ചും കൊണ്ട് അനേക കാലം അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ 9 പുത്രിമാരുണ്ടായി. 10ാമനായി ഭഗവാൻ തന്നെ കപിലൻ എന്നുള്ള പേരിൽ അവതരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ കപിലൻ എന്നുള്ള പേരിൽ അവതരിച്ച സമയത്ത് ബ്രഹ്മാദി ദേവന്മാരൊക്കെ വന്ന് കേമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. കർദമൻ്റെ ഈ 9 പുത്രിമാരെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. കുറച്ചു കാലം കഴിഞ്ഞ സമയത്ത് തൻ്റെ പുത്രൻ കുറച്ചങ്ങോട്ട് വലുതായി എന്ന് മനസ്സിലായപ്പോൾ ആ പുത്രനെ ചെന്ന് നമസ്കരിച്ചു. പുത്രൻ എന്നുള്ള മട്ടിലല്ല, ഭഗവാൻ എന്നുള്ള മട്ടിൽ തൊഴുതങ്ങോട്ട് നമസ്കരിച്ചു. ഞാൻ സന്യസിക്കാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ, ഞാൻ കാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ അച്ഛാ, കാട്ടിൽ പോയിക്കോളൂ. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, ഭഗവാൻ വീട്ടിലിരിക്കെ അദ്ദേഹം ഇവിടം വിട്ട് കാട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ എന്ന് തോന്നാം. ഇവിടെ ഭഗവാൻ പറഞ്ഞ മറുപടി എന്താ? അച്ഛാ, കാട്ടിലേക്ക് പോകണമെന്ന് അച്ഛനുണ്ടോ? പോയിക്കോളൂ. വീട്ടിലിരിക്കണം എന്നാണുള്ളത്, വീട്ടിലിരിക്കാം.
പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, എവിടെ ഇരുന്നാലും, വീട്ടിലിരുന്നാലും കാട്ടിലിരുന്നാലും മനസ്സ് എന്നിൽ വെക്കണം. ചിലർക്ക് കാട്ടിൽ പോയാലേ ഭഗവാനിൽ മനസ്സ് വയ്ക്കാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ളവർ കാട്ടിൽ പോവുക. വീട്ടിലിരുന്നാലേ ഭഗവാനിൽ മനസ്സ് വയ്ക്കാൻ പറ്റുള്ളൂ, അങ്ങനെ അച്ഛൻ വീട്ടിലിരുന്നോളൂ. മനസ്സ് ഭഗവാനിൽ വയ്ക്കുക, അതാണ് പ്രധാനം. ഇവിടെ അച്ഛനോട് പറയണത് അതാണ്. അച്ഛാ, ഗച്ഛകാമം മയാ പൃഷ്ടോ മയി സന്യസ്തകർമ്മണ ജിത്വാ സുദുർജയം മൃത്യും അമൃതത്വായ മാം ഭജ. അമൃതത്വായ മാം ഭജ, അതാണ് പ്രധാനം. എവിടെ ഇരുന്നാലും സാരമില്ല, മനസ്സെന്നിൽ വയ്ക്കുക, അതാണ് പ്രധാനം. ഇവിടെ കർദമ പ്രജാപതി വീട് വിട്ട് കാട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ കർദമ പ്രജാപതി അദ്ദേഹത്തിന് ഏകാന്തത്തിലിരിക്കണം, കാട്ടിലേക്ക് പോയേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം എന്താ കാട്ടിലേക്ക് പോകണം. വീടിൻ്റേതായിട്ടുള്ള കുഴപ്പമുണ്ടല്ലോ. ഭഗവാൻ തന്നെ വീട്ടിലേക്ക് വന്നാലും ചിലപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്തോളണമെന്നില്ല. TV ഓഫാക്കണ്ടേ, കയ്യിലുള്ള മൊബൈൽ ഇത് മാറ്റി വയ്ക്കണ്ടേ, സാധിച്ചോളണമെന്നില്ല. അതാണ് വീടിൻ്റെ കുഴപ്പം. ഭഗവാൻ തന്നെ വന്നാലും വേണ്ടതുപോലെ നമ്മൾ വില വെച്ചോളണമെന്നില്ല. അപ്പം അതുകൊണ്ട് വീട് വിട്ടു പോയാൽ സുഖാവും എന്നൊരു വിചാരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് അതാണ് ശരിയെന്ന് തോന്നി. ഭഗവാൻ ഇതിലൊന്നും പറഞ്ഞില്ല, അങ്ങനെ ആവട്ടെ അച്ഛാ, എവിടെ ഇരുന്നാലും എന്താ മനസ്സെന്നിൽ വയ്ക്കൂ എന്ന് പറഞ്ഞു. തൊഴുതം കെട്ട് നമസ്കരിച്ചു. ആ കർദമ പ്രജാപതി കാട്ടിലേക്ക് പോയി. വനമേവ ജഗാമഹ വനമേവ. അദ്ദേഹം ഒന്ന് ആലോചിച്ചു, ഭഗവാൻ ദാ ഗൃഹത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഗൃഹത്തിൽ കഴിയണോ കാട്ടിൽ പോകണോ, ഗൃഹത്തിൽ കഴിയണോ കാട്ടിൽ പോകണോ, അദ്ദേഹം ആലോചിച്ചു. വനമേവ തീരുമാനിച്ചതാണത്. വനം ഏവ, കാട്ടിൽ തന്നെ. അതാണ് ഏവ ശബ്ദം. കാട്ടിൽ തന്നെ പോകണം. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ വരും. ഇവിടെ ഭഗവാൻ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചോളന്നില്ല. കാട്ടിൽ പോയാൽ അങ്ങനെയല്ല, ഭഗവാനെ തന്നെ ശ്രദ്ധിച്ച് കഴിയാൻ പറ്റും. അതുകൊണ്ട് വനമേവ ജഗാമഹ, വനത്തിൽ തന്നെ പോകണം തീരുമാനിച്ചു. അദ്ദേഹം ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ ഉറപ്പ് നോക്കൂ, നിഷ്ഠ നോക്കൂ. കർദമൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ദമം ശീലിച്ചവൻ എന്നാണ്. ദമം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ നിഗ്രഹം. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് ഇതിനൊക്കെ അടക്കിയ ആളാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത. അങ്ങനെ അടക്കുന്നവർക്കേ ഭഗവാനെ കിട്ടൂ. അതാണ് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ഭഗവാൻ വന്നു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേരെന്താ? ദേവഹൂതി എന്നാണ്. ദേവഹൂതി എന്ന് പറഞ്ഞാൽ ദേവം ഹോയതി, ഭഗവാനെ ഭജിക്കുന്നവൾ എന്നർത്ഥം. അപ്പം ഭക്തിയും ഇന്ദ്രിയ നിഗ്രഹവും ഉണ്ടോ അവിടെ ഭഗവാൻ അവതരിക്കും എന്ന് സാരം. ഇവിടെ ഇത്രയും സുന്ദരിയായിട്ടുള്ള ദേവഹൂതി, ആകേയമായിട്ടുള്ള വിമാനം, സ്വത്ത്, സമ്പത്ത്, ഭഗവാൻ തന്നെ പുത്രനായിട്ട് വന്നു. അതൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ദാ കാട്ടിലേക്ക് പോകുന്നു. വിരക്തനായും കൊണ്ട് കാട്ടിലേക്ക് പോകുന്നു. അതാണ് വനമേവ ജഗാമഹ. ഹ എന്നൊരു ശബ്ദം നോക്കൂ, അദ്ദേഹത്തിൻ്റെ നിഷ്ഠ നോക്കൂ, അത് കാണിക്കുകയാണ്. അങ്ങനെ കാട്ടിൽ വെച്ച് ഭഗവാനെ ഭജിച്ച് അദ്ദേഹത്തിന് മുക്തി കിട്ടി എന്നുള്ള കഥ. ഇപ്പം ആ കൊട്ടാരത്തിൽ എന്താ കഥ? അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. കപിലവാസുദേവർ അദ്ദേഹം കൊട്ടാരത്തിലേക്കൊന്നും കയറില്ല. ആ പുറത്ത് അവിടെ ആൽമരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെ ഇരിക്കും, ധ്യാനിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കും. തമാസീനം അകർമാണം തത്വമാർഗാഗ്രദർശനം. തത്വമാർഗത്തിൻ്റെ അഗ്രത്തിലെത്തിയ ആളാണ്. അദ്ദേഹത്തിന് എന്ത് കർമ്മം ചെയ്യാൻ? ഒന്നുമില്ല. എന്നാൽ അച്ഛൻ അങ്ങനെയായിരുന്നില്ല. കർദമ പ്രജാപതി രാവിലെ നേരത്തെ എണീറ്റാൽ കുളി, സന്ധ്യാവന്ദനം, ജപം, ഹോമം ഒക്കെ ഉണ്ട്. എന്നാൽ ഈ ഉണ്ണിക്കതൊന്നുമില്ല. ഭഗവാൻ എന്ത് കർമ്മം ചെയ്യാൻ? ഇവിടെ നമ്മളൊക്കെ കർമ്മം ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ ഉത്തരം? നമ്മളൊക്കെ കർമ്മം ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണ്? സുഖം കിട്ടാൻ, അല്ലേ? സുഖം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, സുഖസ്വരൂപൻ ഈശ്വരൻ. അപ്പോൾ ഈശ്വരനെ കിട്ടാൻ. അപ്പം നമ്മളൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈശ്വരനെ കിട്ടാനാണ്. ആ ഈശ്വരൻ എന്തിന് കർമ്മം ചെയ്യണം? ഈശ്വരൻ എന്താ കിട്ടാനുള്ളത്? ഒന്നും നേടാനില്ല. അതുകൊണ്ട് അദ്ദേഹം തമാസീനം അകർമാണം, ഒന്നും ചെയ്യുന്നില്ല, ഒരു കർമ്മവും ചെയ്യുന്നില്ല, അങ്ങനെ ഇരിക്കും. പക്ഷെ മുഖത്ത് എന്തെന്നില്ലാത്ത ആ ആനന്ദം, പുഞ്ചിരിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അമ്മ ആലോചിച്ചു, അമ്മ ഇവിടെ ദുഃഖിച്ചിരിക്കുക. എന്താ അമ്മയുടെ ദുഃഖം? യോഗ്യനായ ഒരു അച്ഛനെ തനിക്ക് കിട്ടി. സ്വയംഭൂവ മനു, ഭൃഗുവാദ ഋഷീശ്വരന്മാർക്ക് പോലും തത്വം ഉപദേശിച്ചു കൊടുത്ത മഹാത്മാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള അച്ഛനെ കിട്ടിയിട്ടും ധർമ്മതത്വങ്ങൾ വല്ലതും ചോദിച്ച് മനസ്സിലാക്കിയോ മകളായ താൻ? അതുണ്ടായില്ല. പിന്നീട് തനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം, കർദമ പ്രജാപതി യോഗ്യനാണ്. കർദമ പ്രജാപതിയെ വിവാഹം കഴിക്കാൻ സാധിച്ചു, ഭർത്താവായിട്ട് ലഭിച്ചു. എന്നിട്ട് എന്തുണ്ടായി? തത്വങ്ങൾ പലതും ചോദിച്ച് മനസ്സിലാക്കിയോ? ഇല്ല. 9 പെൺകുട്ടികളുണ്ടായി, 10ാമനായിട്ടൊരു ഉണ്ണിയുണ്ടായി എന്നല്ലാതെ തത്വാർത്ഥങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോഴാ വേറൊരു ഭാഗ്യം, ഭഗവാൻ തന്നെ മകനായിട്ട് അവതരിച്ചിട്ടുണ്ട്. അതാണ് കപിലവാസുദേവൻ. അദ്ദേഹം എന്താ ധ്യാനിച്ചും കൊണ്ടിരിക്കുന്നു, പുഞ്ചിരിച്ചും കൊണ്ടിരിക്കുന്നു. ഈ ഉണ്ണിയെ കൂടി നഷ്ടപ്പെടുത്താൻ വയ്യ, തനിക്ക് നല്ല ദുഃഖമുണ്ട്, വേണ്ട കാര്യങ്ങൾ തൊഴുത് നമസ്കരിച്ച് മനസ്സിലാക്കണം എന്ന് കരുതി ആ അമ്മത തൻ്റെ മകൻ എന്നുള്ള മട്ടിലല്ല, ഗുരുനാഥൻ എന്നുള്ള മട്ടിൽ ഓടിച്ചൊല്ലുന്നു.
ആ മകനെ തൊഴുതങ്ങട്ട് നമസ്കരിക്കുന്നു. നിർവിണ്ണാനിതരാം ഭൂമൻ അസദിന്ദ്രിയതർഷണാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്ധം തമപ്രഭോ. ഈ അസത്തുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയിട്ട് ഞാൻ ദാ പടുകുഴിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്, എന്നെ കരകയറ്റണേ എന്ന് പറഞ്ഞ് തൊഴുതം കണ്ട് നമസ്കരിച്ചു. അസദിന്ദ്രിയതർഷണാത്, അസത്തുക്കളായ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, തൊക്ക്. നമ്മളിതൊക്കെ നല്ലതായിട്ടാണ് കണക്കാക്കണത്. നല്ല കണ്ണ്, നല്ല ചെവി, നല്ല മൂക്ക് അല്ല. അസദിന്ദ്രിയതർഷണാത്, ഇതൊക്കെ അധികം കൊണ്ടുപോകുന്നത് വേണ്ടാത്ത ദിക്കിലേക്കാണ്. നല്ലത് കാണിച്ചിട്ടുണ്ടോ കണ്ണ്? വല്ലപ്പോഴും. അധിക നേരം കാണിച്ചിരുന്നത് വേണ്ടാത്തതാ. ചെവിയോ വേണ്ടാത്തത് കൂടുതൽ കേൾപ്പിച്ച് വല്ലപ്പോഴും വേണ്ടത് കേൾപ്പിക്കും. മനസ്സിലും അങ്ങനെ തന്നെയല്ലേ? അതൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് അവസാനം പടുകുഴിയിൽ ചെന്ന് ചാടിക്കും. ഇവിടെ അമ്മ പറയാണ്, അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ, എൻ്റെ ഉള്ളിലുള്ള അഹന്ത മമത ഒക്കെ ഇല്ലാണ്ടാക്കി അനുഗ്രഹിക്കണേ, അതിനായിട്ട് ഞാൻ ദാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് തൊഴുതം കെട്ട് നമസ്കരിച്ചു ഈ മകനെ. മകൻ എന്നുള്ള മട്ടിലല്ല കേട്ടോ, ഗുരുനാഥൻ എന്നുള്ള മട്ടിൽ തൊഴുതം കെട്ട് നമസ്കരിച്ചു. ആ അമ്മയെ അനുഗ്രഹിച്ചും കൊണ്ട് ഇവിടുത്തെ ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ് കാപിലേയം. പ്രസിദ്ധാണ് കപിലോപദേശം അല്ലെങ്കിൽ കാപിലേയം. സ്വതവേ അമ്മ മകനുപദേശം കൊടുക്കാറുണ്ട്, എന്നാൽ മകൻ അമ്മയ്ക്ക് ഉപദേശം കൊടുക്കുക അങ്ങനെ ഉണ്ടോ? അങ്ങനെ കാണാറില്ല. എന്നാൽ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ മകൻ, ഈ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശം, അതാണ് ഈ ഉപദേശത്തിൻ്റെ പ്രത്യേകത. ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഈ 4 യോഗങ്ങളും ഒരു കുടക്കീഴിൽ അവതരിപ്പിക്കുകയാണ്. ഒരു മകൻ അമ്മയ്ക്ക് ഉപദേശിക്കുമ്പം ഒന്നും കൂടി ലളിതമായിട്ടല്ലേ പറഞ്ഞു കൊടുക്കുക. അമ്മ നേരെയാവട്ടെ, എങ്ങനെയെങ്കിലും അമ്മ നിങ്ങളുടെ നേരെയാവട്ടെ, അമ്മയ്ക്കത് പെട്ടെന്ന് പിടികിട്ടട്ടെ എന്നുള്ള മട്ടിൽ ലളിതമായിട്ടാവും വ്യാഖ്യാനിക്കുക, ഉപദേശിക്കുക. അതുകൊണ്ട് ലളിതമായിട്ടുള്ള ഉപദേശം ഭഗവാൻ പറയാണ്, യോഗ ആധ്യാത്മിക പുംസാം മതോ നിശ്രയസായമേ അത്യന്തോപരതിർ ദുഃഖസ്യ ച സുഖസ്യ ച. അമ്മേ, വാസ്തവം പറഞ്ഞാൽ ഇവിടെ സുഖവും ഇല്ല ദുഃഖവും ഇല്ല. അമ്മ വിഷമിക്കണത് ദുഃഖം ദുഃഖം എന്ന് പറഞ്ഞിട്ടല്ലേ, വാസ്തവത്തിൽ പറഞ്ഞാൽ സുഖവും ഇല്ല ദുഃഖവും ഇല്ല. ഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. സുഖം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അനുകൂലമായ സുഖം എന്ന് പറയും, ഇന്ദ്രിയങ്ങൾക്ക് പ്രതികൂലമായ ദുഃഖം എന്ന് പറയും. അത്രയേ ഉള്ളൂ. ഒരാളുടെ ഇന്ദ്രിയത്തിന് അനുകൂലമായത് വേറൊരാളുടെ ഇന്ദ്രിയത്തിന് പ്രതികൂലമായതും വരും. ഒരാൾ നല്ല കൂട്ടാൻ കൂട്ടി ഊണ് കഴിച്ചു, എന്നിട്ട് പറഞ്ഞു അസ്സലായിട്ടുണ്ട് കൂട്ടാൻ എന്ന് പറഞ്ഞു, സാമ്പാർ അസ്സലായിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറൊരാൾ അതേ സാമ്പാർ കഴിച്ചിട്ട് പറയാണ് ഒന്നിനും കൊള്ളില്ല, എന്തൊരു വായിൽ വെക്കാൻ വയ്യ എന്ന് അദ്ദേഹം പറയുമ്പോൾ ഒരേ കൂട്ടാനാണ്, ഒരേ സാധന, പക്ഷെ അതൊരാൾക്ക് സുഖം കൊടുത്തു, വേറൊരാൾക്ക് ദുഃഖം കൊടുത്തു. അപ്പോൾ സുഖവും ദുഃഖവും ഉള്ളത് എവിടെയാണ്? അതാണ് ചോദ്യം. സാമ്പാറിലാണോ? എവിടെയാണ് സുഖവും ദുഃഖവും ഇരിക്കുന്നത്? ഇവിടെ സുഖമായിട്ടിരിക്കുകയല്ല വേണ്ടത്, ശരിക്കും പറഞ്ഞാൽ സുഖവും അല്ല ഉദ്ദേശം. പിന്നെയോ ശാന്തി, ശാന്തിയാണ് പ്രധാനം. ഇവിടെ വിഷയങ്ങൾ സമ്പാദിച്ചാൽ ഒന്നെങ്കിൽ അത് ദുഃഖം തരും, അല്ലെങ്കിൽ സുഖം തരും. സുഖം തരുന്നുണ്ടോ? ഭാവിയിൽ ദുഃഖം തരും, ഉറപ്പാണ്. സുഖം മാത്രമായിട്ട് തരുന്നൊരു വസ്തു ഇല്ല, അതേത് വസ്തുവാണെങ്കിലും. ഇന്ന് സുഖം തന്നതൊക്കെ നാളെ ദുഃഖിപ്പിക്കും, തീർച്ചയാണ്, അതിൽ സംശയമില്ല. അപ്പം സുഖവും ദുഃഖവും ഇല്ലാത്തൊരവസ്ഥ, അതാണ് വേണ്ടത്. ആനന്ദമായിട്ടിരിക്കുക, ശാന്തി, അതാണ് പ്രധാനം. അതുകൊണ്ടാണ് നമ്മളുടെ ഉപനിഷത്ത് മന്ത്രങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ എന്തു പറയും? ഓം സുഖം 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 എന്നല്ല, പിന്നെയോ ശാന്തി ശാന്തി ശാന്തി. ശാന്തിയാണ് പ്രധാനം. ഇതാണ് ഭാരതത്തിലെ സിദ്ധാന്തം, ഭാരതത്തിലെ രീതി. അവർ ശാന്തിക്ക് പ്രാധാന്യം കൊടുത്തു, എന്നാൽ മറ്റുള്ളവരാവട്ടെ സുഖത്തിന് പ്രാധാന്യം കൊടുത്തു. സുഖത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ശാന്തിക്കാണ്. സൗകര്യങ്ങൾ കൂടുന്തോറും സമാധാനം ഉണ്ടാവും എന്ന് കരുതി അങ്ങനെ പല വസ്തുക്കളും കണ്ടുപിടിച്ചു, എന്നിട്ടോ സമാധാനം അയ്യോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം കണ്ടുപിടിച്ചു. ടി വി ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, ഇപ്പം എല്ലാം ഉണ്ട്. ടി വി, ഫ്രിഡ്ജ്, മൊബൈൽ, അതുണ്ടെങ്കിൽ എല്ലാമായി, എല്ലാം മൊബൈലിലുണ്ട്. AC, വാഹനം, അല്ലേ? പണ്ട് ഈ സൗകര്യങ്ങളൊന്നുമില്ല, എന്നിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങിയിരുന്നു, ഇല്ലേ? ഇന്നിപ്പോൾ എല്ലാം ഉണ്ട്, ഉറക്കമില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാം ഈ ശാന്തി എന്ന് പറയുന്നത് അത് ഭൗതികമായിട്ടുള്ള വസ്തുവകകൾ സമ്പാദിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല. ഈ മനസ്സിനെ, ഈ ചിത്തത്തെ സുഖിക്കാനും ദുഃഖിക്കാനും വിടാതെ ആ ചിത്തത്തെ നിരോധിക്കുക, അതാണ് യോഗ. ചിത്തവൃത്തി നിരോധ, ചിന്തകളില്ലാത്ത മനസ്സ്, അതാണ് യോഗം. അത് ശീലിക്കൂ അമ്മേ. ഇവിടെ ദുഃഖത്തിന് കാരണം അമ്മേ ചേതഃ ഖൽവസ്യ ബന്ധായ, ബന്ധനത്തിനും മുക്തിക്കും കാരണം മനസ്സാണ്. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷു സക്താതു അമൃതകൃതു ബരുന്ധേ. മതിഹി ഇവിടെ ബുദ്ധിയാണ്, ഇവിടെ മനസ്സാണ് എല്ലാത്തിനും കാരണം. ദുഃഖത്തിനും സുഖത്തിനും കാരണം മനസ്സാണ്, മുക്തിക്കും ബന്ധനത്തിനും കാരണം മനസ്സാണ്.
അത് ഗുണങ്ങളോട് കൂടി ചേർന്നാൽ ബന്ധനത്തിന് കാരണമാവും. അതേ മനസ്സ് അത് ഈശ്വരനിലേക്ക് വെച്ചാലോ അത് മുക്തിക്ക് കാരണമാവും. ഒരേ മനസ്സ്, അതിൻ്റെ ഗതിയൊന്ന് മാറ്റിയാൽ മതി, അത് തന്നെ എന്തായി മാറും? അത് ഭഗവാനിലേക്ക് തിരിച്ചാൽ മുക്തിക്ക് കാരണമാവും. നമുക്കിവിടെ പല വിഷയങ്ങളോട് നമുക്ക് താല്പര്യമുണ്ട് അല്ലേ? ഈ താല്പര്യത്തിനാണ് നമ്മൾ ആസക്തി എന്ന് പറയുന്നത്. വിഷയങ്ങളോടൊക്കെ ആസക്തി, പലതിനോടും നമുക്ക് ആസക്തി ഉണ്ട്. എന്നാൽ ആ വിഷയങ്ങളുടെ സ്ഥാനത്ത് ഭഗവാനെ വെച്ചാലോ, മനസ്സിന് ഭഗവാനോടൊരാസക്തി ഉണ്ടായാലോ, ഭഗവാനോടുള്ള ആസക്തിക്ക് പേരൊന്ന് മാറും, ഭക്തി എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെയാണെങ്കിലോ അത് ബന്ധനത്തിന് കാരണമാവില്ല. അത് ശീലിക്കൂ അമ്മേ, അതാണ് ഉപദേശം. ഈ ഇവിടെ മനസ്സ് ഇന്ദ്രിയങ്ങളുടെ പിന്നിൽ വെച്ച് അങ്ങനെ സഞ്ചരിക്കുകയാണ് നമ്മൾ. അതിനെയാണ് ഭോഗം എന്ന് പറയുക. കണ്ടും കേട്ടും അനുഭവിച്ചും മതിയാവാണ്ട ഓടുകയാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് തിരിച്ചാൽ അതിന് പറയുക യോഗം എന്നാണ്. ഇന്ദ്രിയങ്ങളുടെ പിന്നിൽ മനസ്സ് വെച്ച് വിഷയങ്ങൾ അനുഭവിച്ചും കൊണ്ട് നടക്കുന്നത് ഭോഗി. എന്നാൽ ഇന്ദ്രിയങ്ങൾ തന്നിലേക്ക് തന്നെ തിരിച്ചിട്ട് ഈശ്വരനെ ശ്രദ്ധിക്കുന്നവൻ യോഗി. യോഗിയാവാൻ ശ്രമിക്കൂ. അതിനുള്ള വഴി എന്താണെന്ന് അമ്മ പറഞ്ഞു. അമ്മേ, അതിനുള്ള വഴിയാണ് സത്സംഗം. മഹദനുഗമലഭ്യാ ഭക്തിരേവാത്ര സാധ്യ. മഹാത്മാക്കളുടെ കൂടെ എങ്ങനെ സഞ്ചരിക്കുക, ഭക്തന്മാരുടെ കൂടെ എങ്ങനെ സഞ്ചരിക്കുക. പ്രസംഗമചരം പാശമാത്മന കവയോ വിദുഹോ സ ഏവ സാധുഷു കൃതോ മോക്ഷദ്വാരമപാവൃതം. മനസ്സിന് ഒട്ടാണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് ആരുടെങ്കിലും കൂടെ ഇരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്നാൽ ആ കൂടെ കൂട്ടുന്നവർ സജ്ജനങ്ങളാവട്ടെ. അങ്ങനെയാണെങ്കിലോ ആ മോക്ഷദ്വാരം അപാവൃതം, മോക്ഷ കവാടം തുറന്നു. എങ്ങനെയാ ഭക്തന്മാരെ മനസ്സിലാക്കാൻ സാധിക്കുക? എങ്ങനെയാ മനസ്സിലാവുക? കുറി തൊട്ടിട്ടുണ്ടാവും, മാല ചാർത്തിയിട്ടുണ്ടാവും, അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെ? നമ്മൾ ആരുടെ കൂടെ കൂടുമ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ശുദ്ധഭാവം ഉണ്ടാവുന്നത്, നമ്മുടെ ഉള്ളിലുള്ള അഹന്ത അങ്ങോട്ട് അടങ്ങുക, ഉള്ളിൽ ക്രോധം ഇല്ലാണ്ടിയാവുക, ലോഭം അത്യാർത്തി ഇല്ലാണ്ടിയാവുക. ചിലരുടെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കും. ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ശാന്തി അനുഭവിക്കാൻ സാധിക്കും. മനസ്സിലായിക്കോളൂ സജ്ജന, അടുത്തിരിക്കുന്ന ആൾ സജ്ജന എന്ന് മനസ്സിലാക്കാം. പിന്നീട് ഭക്തന്മാർക്ക് പൊതുവെ പറഞ്ഞ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞു. തിദിക്ഷവഹ, തിദിക്ഷ ഉണ്ടായിരിക്കും. കാരുണികാഹ, കാരുണ്യായിരിക്കും അവർക്കെല്ലാവരോടും. സുഹൃദഃ സർവദേഹിനാം, അജാതശത്രവഹ, അവർക്ക് ശത്രുക്കളൊന്നുമില്ല. ശത്രുക്കളായിട്ട് അവരാരെയും കാണുന്നില്ല. ശാന്താഹ, എപ്പോഴും ശാന്തി, അവരാരോടും കോപിക്കാറില്ല. ഇതാണ് ഭക്തന്മാരുടെ ലക്ഷണം. ഭക്തി എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് കോപം ഉണ്ടാവില്ല. ഏകനാഥസ്വാമികളുടെ കഥ പറയും. ഭക്തനായിട്ടുള്ള ഏകനാഥസ്വാമി, അദ്ദേഹത്തിന് ദേഷ്യം വരില്ല. അത് പരീക്ഷിക്കാനായിട്ട് ഒരാൾ ചെന്നു. അദ്ദേഹത്തിന് ഗോദാവരി സ്നാനം പതിവുണ്ട്. ദിവസം ഗോദാവരി പോയി കുളിക്കും. അങ്ങനെ കുളിച്ച് വരുന്ന സമയത്ത് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് മുറുക്കി മുഖത്തങ്ങോട്ട് തുപ്പി. ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം നേരെ ചെന്നു തോർത്തൊക്കെ ആയിട്ട് വീണ്ടും ആ ഗോദാവരിയിൽ കുളിച്ച് ശുദ്ധമായിട്ട് വീണ്ടും വരികയാണ്. വീണ്ടും തുപ്പി, ഒരു പ്രശ്നവുമില്ല. പുഞ്ചിരിച്ചും കൊണ്ട് വീണ്ടും പോയി അദ്ദേഹം എന്താ കുളിച്ചു വരുന്നു. വീണ്ടും ഇത് ആവർത്തിച്ചു, പലതവണ ആവർത്തിച്ചു. 20 പ്രാവശ്യം ഇങ്ങനെ തുപ്പി. 21ാമത് അദ്ദേഹം കുളിച്ചങ്ങോട്ട് വരികയാണ്. അവസാനം ഈ തുപ്പണ ആൾക്ക് മനസാക്ഷി കുത്ത്, വലിയ വിഷമം തോന്നി. അദ്ദേഹത്തിൻ്റെ കാൽക്കലങ്ങോട്ട് വീണു, മാപ്പ് പറഞ്ഞു. എന്നിട്ട് പറയാണ്, കഷ്ടം, ഞാൻ അപമാനിച്ചല്ലോ അങ്ങയെ, സങ്കടമുണ്ട്. അങ്ങ് ദേഷ്യപ്പെട്ടു വെച്ചാൽ എനിക്ക് ഇത്ര വിഷമമില്ലായിരുന്നു, അങ്ങനത്തെ ദേഷ്യപ്പെടാഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഏകനാഥസ്വാമി പറയാണ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങയെയാണ് നമസ്കരിക്കേണ്ടത്. കാരണം അങ്ങ് മഹാത്മാവ്. ഇന്ന് അങ്ങയെ കണ്ടത് മൂലം എനിക്കിതാ പുണ്യനദിയാണ് ഗോദാവരി, ശരി തന്നെയാ. പക്ഷേ ഈ പുണ്യനദിയിൽ ദിവസം ഒരു പ്രാവശ്യം കുളിക്കാൻ എനിക്ക് തരാവാറുള്ളൂ. ഇന്ന് അങ്ങായിട്ടുള്ള സത്സംഗം മൂലം എനിക്ക് 21 തവണ ഈ പുണ്യനദിയിൽ കുളിക്കാൻ പറ്റിയില്ലേ. നീ യോഗ്യനാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തൊഴുകയാണ് ആര്? ഏകനാഥസ്വാമി. അതാണ് അവരുടെ മഹത്വം. അവരെന്തിലും നന്മ കാണുകയാണ്, എന്തിലും നന്മ കാണുക. അപ്പോഴും അദ്ദേഹം പറയാണ്, അങ്ങ് ഇങ്ങനെയൊക്കെ പറയണമെങ്കിലും അങ്ങയുടെ ഉള്ളിൽ എന്നോട് ദേഷ്യം ഉണ്ടാവില്ലേ? അപ്പോൾ ഏകനാഥസ്വാമി പറയാണ്, ഇല്ല, ഞാനത് വെറുതെ പറഞ്ഞതല്ല. എൻ്റെ ഉള്ളിലും എനിക്ക് ദേഷ്യമില്ല. കാരണം എനിക്കറിയാം ദേഷ്യം വെച്ചാൽ ആർക്കാ നഷ്ടം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദേഷ്യപ്പെടാറില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ദേഷ്യപ്പെട്ടാൽ ആർക്കാ നഷ്ടം? എനിക്ക് നിങ്ങളോട് ദേഷ്യമുണ്ട്, ആർക്കാ നഷ്ടം? നിങ്ങൾക്കോ എനിക്കോ? ആരുടെ സ്വസ്ഥത ഇല്ലാണ്ടാവണത്? നിങ്ങളുടേതോ എൻ്റേതോ? നിങ്ങൾക്കൊരു കുഴപ്പമില്ല, എനിക്കാണ് സ്വസ്ഥത ഇല്ലാണ്ടാവണത്. എൻ്റെ ശ്വാസോച്ഛ്വാസം ചിലപ്പോൾ പെട്ടെന്നാവും, പ്രഷർ കൂടും, പലതരത്തിലുള്ള അസുഖങ്ങൾ വരും, ക്ഷീണിക്കും. എന്നാൽ മറ്റാളാവട്ടെ തടിച്ചു കൊഴുത്തങ്ങനെ വരും ചെയ്യും. ആർക്കാ നഷ്ടം? അതാലോചിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നഷ്ടം എന്ന് പറഞ്ഞാൽ പണം ഇല്ലാണ്ടാവണത് തന്നെയാണ് നമ്മൾ നഷ്ടം എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നിനും നമ്മൾ നഷ്ടമായിട്ട് കണക്കാക്കണില്ല. ഇതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം മനുഷ്യൻ്റെ. സമാധാനത്തെ പറ്റി ചിന്തിക്കുന്നില്ല. പണം കൊടുത്തും സമാധാനം കിട്ടുമെങ്കിൽ അതല്ലേ വാങ്ങേണ്ടത്.
നമ്മൾ ഈ സമാധാനം കൊടുത്തും പണം വാങ്ങി വയ്ക്കും. ഇതാണ് മനുഷ്യൻ്റെ വിഡ്ഢിത്തം. സ്വർണത്തിൻ്റെ പഴം ഒരു ഭാഗത്ത് വെച്ചു, വാഴപ്പഴം നല്ല കദളിപ്പഴവും ഒരു ഭാഗത്ത് വെച്ചു. ഏതെടുക്കുക? വിശന്നിരിക്കുകയാണ്, നല്ല വിശപ്പുണ്ട്, എങ്കിലും ഏതെടുക്കും മനുഷ്യൻ? സംശയമില്ല, സ്വർണത്തിൻ്റെ പഴം എടുക്കും. വിശന്നിരിക്കുകയാണെങ്കിലും അത് കഴിക്കാൻ പറ്റില്ല നിശ്ചയുണ്ട്, എങ്കിലും അതെടുക്കും. ഇതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എന്നിട്ട് സമർത്ഥനാണെന്ന് നടിക്കും ചെയ്യും. ഇവിടെ ഭഗവാൻ പറയാണ്, അതുകൊണ്ട് അമ്മേ ഇങ്ങനെയുള്ള ഭക്തന്മാരായിട്ട് കൂടിച്ചേരൂ. അവരെന്നെ പറ്റിയേ പറയുള്ളൂ. സതാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായനാ കഥാഹ. അവർക്ക് എന്നെപ്പറ്റി മാത്രമേ പറയാനുള്ളൂ. ആ കഥകൾ കേട്ടാലോ? ഹൃത്കർണരസായന കഥാഹ. ഈശ്വര കഥകൾ കേട്ടാൽ എന്താ ലാഭം? ഹൃദയം പുഷ്ടിപ്പെടും. ഇവിടെ ശരീരം പുഷ്ടിപ്പെടാൻ പലതും ഉണ്ട്, എന്തെല്ലാം സാധനങ്ങളുണ്ട്, എടുത്ത് വാങ്ങി കുടിക്കാം. ഇന്നിപ്പോൾ ലോകത്തിൻ്റെ പ്രശ്നം ഇതാണ്. ശരീരം നല്ലോണം പുഷ്ടിപ്പെടുന്നുണ്ട്, പക്ഷെ മനസ്സ് ശോഷിച്ച് പോവുകയാണ്. അതാണ് ലോകത്തിൻ്റെ പ്രശ്നം. ഇന്ന് പട്ടിണിയൊന്നും ഇല്ല. ആർക്കാ പട്ടിണിയുള്ളത്? ആർക്കാ ബുദ്ധിമുട്ടുള്ളത്? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്നില്ല. ഇന്ന് മനസ്സ് ശുഷ്കിച്ച് പോവുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു കവി ചോദിക്കുന്നുണ്ട്, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാപം മനസ്സോ. ഇവിടെ അവയവങ്ങൾക്കൊക്കെ കേടുവന്നാൽ അത് മാറ്റിവെക്കാൻ പറ്റും ഇല്ലേ? ഹാർട്ട് അത് മാറ്റിവെക്കാം, കണ്ണ് മാറ്റിവെക്കുന്നുണ്ട്, കിഡ്നി മാറ്റിവെക്കുന്നുണ്ട്, ഇതൊക്കെ മാറ്റിവെക്കാം. മനസ്സും കൂടി മാറ്റിവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ്. അത് പറ്റണില്ല. അതും കൂടി സാധിച്ചാൽ എത്ര നന്നായി. കാരണം ദുഷിച്ച മനസ്സുള്ളവർ കൂടി വരികയാണ്. ഒരു സജ്ജനം അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സെടുത്ത് ഇപ്പോഴുള്ള ദുഷ്ടൻ്റെ ഹൃദയത്തിലേക്ക് വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി. അത് സാധിക്കുന്നില്ലല്ലോ. കൊടും കേടുബാധിച്ച പാപം മനസ്സോ. ഈ കേടുബാധിച്ച മനസ്സ് മാറ്റാൻ സാധിക്കുന്നില്ലല്ലോ. അതാണ് വലിയ വിഷമം. എന്നാൽ ഇവിടെ പറയാണ്, അതിനുള്ള വഴിയാണ് ഹൃത്കർണരസായന കഥാഹ. ഈ ഈശ്വര കഥകൾ ചെവിയിലൂടെ കേൾക്കുന്ന സമയത്ത് ഹൃദയം പുഷ്ടിപ്പെടും, മനസ്സിന് ആരോഗ്യം ഉണ്ടാവും, നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. അതുകൊണ്ട് അമ്മേ ഈശ്വര കഥകൾ കേൾക്കൂ. അപ്പോഴാണ് അമ്മ ഭക്തിയെ പറ്റി ചോദിക്കുന്നത്. ഭക്തി കീദൃശി, എങ്ങനെയാണ് ഈ ഭക്തി എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അനിമിത്താ ഭാഗവതി ഭക്തി. അമ്മേ ഒരു കാരണവുമില്ലാതെ ഭഗവാനെ പ്രേമിക്കുക, ആ പ്രേമത്തിനെയാണ് ഭക്തി എന്ന് പറയുക. സാധു അസ്മിൻ പരമപ്രേമരൂപ ഭക്തി. പരമപ്രേമം. വിവേകാനന്ദ സ്വാമി നല്ലൊരു ഉദാഹരണം പറയും. ഒരു സാധുവായിട്ടുള്ള അമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള ആ സ്നേഹം. ഒരമ്മ തൻ്റെ കുട്ടിയെയും കൂട്ടി കാട്ടിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്നൊരു നായം കെട്ട് ചാടി അമ്മ പേടിച്ച് തൻ്റെ കുട്ടിയെയും കൂട്ടി ഓടുകയാണ് ഉണ്ടായത്. ഇതേ അമ്മ അടുത്ത ദിവസം കാട്ടിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു സിംഹം മുന്നിലേക്ക് ഇങ്ങോട്ട് വന്ന സമയത്തോ തൻ്റെ മുന്നിലുള്ള ആ കുട്ടിയെ കൈപിടിച്ച് പിന്നിലേക്ക് അങ്ങോട്ട് മാറ്റി ആ അമ്മ ആ സിംഹത്തിൻ്റെ നേരെ അങ്ങോട്ട് നടന്നു. എന്നിട്ട് സ്വാമി പറയും, അവിടെ ആ അമ്മയ്ക്ക് തൻ്റെ കുട്ടിയോടുള്ള ആ ഭാവം, അതാണ് ഭക്തി, അതാണ് ആ സ്നേഹം. അത്രയ്ക്ക് സ്നേഹം, തന്നെപ്പോലും ത്യജിച്ച് ആ കുട്ടിയെ സംരക്ഷിക്കുക. ഗോപസ്ത്രീകളുടെ ഭക്തി കണ്ടില്ലേ? അവർ കാരണം ഭഗവാൻ ദുഃഖിക്കരുതെന്നുള്ള ഭാവമാണ്. ഇതിനെയാണ് ഭക്തി എന്ന് പറയുക. ഈ ഭക്തി തന്നെ പലതരത്തിലുണ്ട്. ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ. ഉത്തമഭക്തി, മധ്യമഭക്തി, പ്രാകൃതഭക്തി. പ്രാകൃതഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ കേവലം അമ്പലവാസിയായിട്ട് കാണുക. അമ്പലത്തിനുള്ളിൽ മാത്രം ഭഗവാൻ, ഈ ഭാവമാണ്. വിഗ്രഹത്തിൽ മാത്രം ഈശ്വരൻ. എന്നാൽ മധ്യമഭക്തിയോ അതങ്ങനെയല്ല. വിഗ്രഹത്തിലും ഈശ്വരനുണ്ട്, സജ്ജനങ്ങളിലും ഈശ്വരനുണ്ട്. ഈ ഭാവമാണ് മധ്യമഭക്തി. അവർ ഈശ്വര കഥകളൊക്കെ കേൾക്കും. എന്നിട്ടും എന്തുകൊണ്ടേ മധ്യമൻ ആയത്? എന്തുകൊണ്ട് ഉത്തമനായില്ല? അതെന്താ വെച്ചാൽ അവർക്ക് വിഗ്രഹത്തിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ട്, സജ്ജനങ്ങളിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ദുർജനങ്ങളിൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. എല്ലാവരിലും ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് മധ്യമഭക്തർ എന്ന് പറഞ്ഞത്. എന്നാൽ ഒരു കൂട്ടരുണ്ട് അമ്മേ, ഉത്തമ ഭക്തർ. അവരെല്ലാത്തിലും ഈശ്വരനെ കാണും, അവരെല്ലാത്തിലും എന്നെയാണ് കാണുന്നത്. മനസൈതാനി ഭൂതാനി പ്രണമേത് ബഹുമാനയൻ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിതി. മനസ്സുകൊണ്ട് എല്ലാത്തിനെയും അവർ നമസ്കരിക്കും. കാരണം അവരെന്ത് കാണുമ്പോഴും അതിൽ ഈശ്വരനെ കാണുന്നതേ. എന്ത് കാണുമ്പോഴും, ആനയെ കാണുമ്പോഴും, നായയെ കാണുമ്പോഴും, ബ്രാഹ്മണനെ കാണുമ്പോഴും, ചണ്ടാളിനെ കാണുമ്പോഴും അവർക്ക് ഭേദമില്ല. അതിലൊക്കെ അവർ കാണുന്നത് ഈശ്വരനെയാണ്. ഇങ്ങനെയൊരു കൂട്ടർ, ഇതാണ് ഉത്തമ ഭക്തി, ഇങ്ങനെയാണ് വേണ്ടത്. എന്തിനീ ഭക്തന്മാരുടെ രീതിയൊക്കെ പറഞ്ഞത്? ഞാൻ ഏതിൽ പെടുന്ന അറിയാനാ. നമുക്കുള്ള ഭക്തി ഉത്തമ ഭക്തിയാണോ, അല്ലെങ്കിൽ അവിടേക്ക് എത്തണം. അതിനുവേണ്ടി ഈ ഭക്തന്മാരുടെ രീതി പറഞ്ഞു. പിന്നീട് ജ്ഞാനത്തെ പറ്റി പറയുകയാണ്. അതാണ് സാഖ്യം. അതാണ് പിന്നീട് വർണ്ണിച്ചത്. ഇവിടെ അമ്മേ
പുരുഷൻ പ്രകൃതി രണ്ട്. ഇവിടെ ലോകത്തിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ ഈ പ്രകൃതിയെ പുരുഷനായിട്ട് ധരിക്കുക, ദേഹത്തെ ബോധമായിട്ട് ധരിക്കുക. അതാണ് പ്രശ്നം. ദേഹത്തെ ഞാൻ എന്ന് വിചാരിച്ച് ദുഃഖിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. ഇതാണ് ലോകത്തിൻ്റെ പ്രശ്നം. പ്രകൃതിയെ പുരുഷനായിട്ട് വിചാരിക്കുക. ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ ശരീരം, അത് മാറിക്കൊണ്ടിരിക്കും. എന്നാൽ പുരുഷൻ ഈശ്വരൻ, അതിന് മാറ്റമില്ല. ശരിക്കും ഞാൻ പുരുഷനാണ്, ഈശ്വരനാണ്, എൻ്റെ വിചാരം ഞാൻ എന്താ ശരീരമാണെന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മളെല്ലാം എണ്ണണത് ഈ പ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. എത്ര വയസ്സായി എന്ന് പറയണത് എങ്ങനെയാണ്? 10 അല്ലെങ്കിൽ 50 എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ശരീരം നോക്കിയിട്ടാണ് അല്ലേ? അപ്പോഴും നമ്മൾ ശരീരത്തിനെയാണ് മാനിക്കുന്നത്. എപ്പോഴും നമ്മൾ ശരീരത്തിനെ തന്നെ മാനിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവസാനം നമ്മൾ ശരീരത്തെ ഒഴിവാക്കുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ വില കൊടുക്കുന്നില്ല. ഭാര്യാബിഭ്യതി തസ്മിൻ കായേ. ഭാര്യയ്ക്ക് പിന്നെ പേടിയാണ്. ഒരു ദിവസം കൂടി എന്നാൽ കൂടെ കഴിയോ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? നാളെ ദഹിപ്പിക്കാം, ഇന്നും കൂടി ഒന്ന് കൂടെ കഴിയണം എന്ന് പറഞ്ഞാൽ ഭാര്യ സമ്മതിക്കുമോ? പറ്റില്ല. കാരണം ഭാര്യയ്ക്ക് ആ ശരീരത്തെ പേടിയാണ്. എന്തേ കാരണം? ഇന്നലെ വരെയുള്ളതൊക്കെ ഇന്നുണ്ടല്ലോ അതിൽ. ശരിയാണ്, പക്ഷെ ഒന്നുമില്ല. എന്തില്ല? പുരുഷനില്ല. അതുകൊണ്ട് പേടിയാണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ മാനിച്ചത് ആരെയായിരുന്നു? ആ ഉള്ളിലുള്ള ജീവനെ ആയിരുന്നു അല്ലേ? പക്ഷെ നമ്മൾ അറിഞ്ഞില്ല. അത് പോയപ്പോഴാണ് നമ്മളതിനെപ്പറ്റി മനസ്സിലാക്കിയത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിരിക്കുമ്പോഴും ശ്രദ്ധിക്കൂ. ആ ശരീരം ഇരിക്കുമ്പോഴും ആ ജീവനെ മാനിക്കൂ, ഉള്ളിലുള്ള ആത്മാവിനെ മാനിക്കൂ, ബഹുമാനിക്കൂ. അത് ഈശ്വരനാണെന്ന് മനസ്സിലാക്കി നമസ്തേ എന്ന് പറയൂ. അതാണ് വേണ്ടത്. നമസ്തേ എന്ന് നമ്മൾ പറയുന്നത് ഈ ജഡത്തിനെ നോക്കിയിട്ടല്ല, ഉള്ളിലുള്ള ചൈതന്യത്തെ നോക്കിയിട്ടാണ് നമസ്തേ. അതിലും എന്നിലും ഇവിടെ സകലത്തിലും ഉള്ളത് ഒന്നാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ 24 തത്വങ്ങൾ. പ്രകൃതി മഹദഹങ്കാത്രാശ്ച ഭൂതാന്യഭിഹൃതവിദശാക്ഷി പുരുഷ പഞ്ചവിംശ. പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ. പൃഥിവി, അപ്പ്, തേജസ്, വായു, ആകാശം 5 ഭൂതങ്ങൾ. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം 5 തന്മാത്രകൾ. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക്, വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥ. പിന്നെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇങ്ങനെ 24 തത്വങ്ങൾ. ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമില്ല. ചലിക്കണമെങ്കിൽ പുരുഷ പഞ്ചവിംശ +1. ഈ 24ൻ്റെ കൂടെ 1 ചേരണം. അതാണ് പ്രധാനം. അതാണ് പുരുഷൻ. ഈ പുരുഷൻ്റെ സാന്നിധ്യത്തിലേ ഇതൊക്കെ ചലിക്കൂ. ഇവിടെ ബൾബുണ്ടായിട്ടോ ഫാൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. കറണ്ട് ഉണ്ടെങ്കിലേ ഗുണമുള്ളൂ, മെച്ചമുള്ളൂ. കണ്ണും മൂക്കും നാക്കും ചെവി ഉണ്ടായിട്ട് കാര്യമില്ല. ജീവൻ ഉണ്ടാവണം, വേണ്ടേ? അതിനെ മാനിക്കൂ, അതറിയൂ. അതാണ് ഞാൻ. ഇവിടെ നമ്മളുടെ പ്രശ്നം ഈ ജഡമായിട്ട് അങ്ങോട്ട് ഇഴുകിച്ചേർന്നു. ഈ അസത്തായതിൽ അങ്ങോട്ട് ഇഴുകിച്ചേർന്ന് ഇത് ഞാൻ അങ്ങോട്ട് ധരിച്ചു പോയി. അത് മാറ്റണം. ശരീരത്തിൻ്റെ ധർമ്മം എൻ്റെ ധർമ്മമായിട്ട് നമ്മൾ വിചാരിച്ചു. നിൽക്കുക, നടക്കുക, ഓടുക, ചാടുക, അതൊക്കെ ശരീരത്തിൻ്റെ ധർമ്മമാണ്. എൻ്റെ ശരീരം നിൽക്കുന്നു, എൻ്റെ ശരീരം ചാടുന്നു, എൻ്റെ ശരീരം ഓടുന്നു എന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയാറ്. ഞാൻ ഓടുന്നു, ഞാൻ നടക്കുന്നു, അങ്ങനെയല്ലേ പറയാറ്. ഞാൻ നടക്കണമില്ല, നിൽക്കണമില്ല, ഒന്നുമില്ല. എൻ്റെ ശരീരമാണ് ചെയ്യണത്. ഈ ശരീരം ഞാനല്ല എന്ന് ഉറപ്പിക്കണം. അതിനുള്ള വഴിയാണ് സാഖ്യം. ഒക്കെ വേർതിരിച്ച് പഠിക്കുകയാണ്, അപഗ്രഥിക്കുകയാണ്. ഈ ശരീരമാണ് ഞാനെങ്കിൽ ഏതവയവ ഞാൻ? അവയവങ്ങളുടെ കൂട്ടമാണല്ലോ ശരീരം, അല്ലേ? അവയവങ്ങളുടെ കൂട്ടമാണ് ശരീരം. ഇതിലേതവയവ ഞാൻ? കണ്ണാണോ, മൂക്കാണോ, ചെവിയാണോ, കിഡ്നിയാണോ, ഹാർട്ടാണോ? ഇതൊക്കെ മാറ്റി വയ്ക്കാറുണ്ടല്ലോ. കണ്ണാണ് ഞാനെങ്കിൽ കണ്ണില്ലാത്തവരുണ്ടല്ലോ. ഇനി കൈയാണ് ഞാനെങ്കിൽ കൈയില്ലാത്തവരുണ്ടല്ലോ. അരയ്ക്ക് കീഴ്പ്പെട്ടില്ലാത്തവരല്ലേ? ശരീരം പകുതിയുള്ളൂ അവർക്ക്. പക്ഷെ അവരോട് ആരാ ചോദിച്ചു നോക്കുക, അവർ ഉത്തരം എന്താ പറയുക? ഞാൻ എന്നാ പറയുക. പകുതി ഞാൻ എന്നല്ല പറയുക. ശരീരം നോക്കിയാൽ പകുതിയേ ഉള്ളൂ. പക്ഷെ അവരും ഞാൻ എന്ന് പൂർണ്ണമായിട്ട് പറയും. അപ്പോൾ ഈ ഞാൻ എന്ന് പറയുന്നത് ആരാ? അതാണ് ചോദ്യം. ആരാ ഈ ഞാൻ? ഈ ശരീരമാണോ? അല്ല. ഈ ശരീരമാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരു 10 വർഷം മുന്നേ എങ്ങനെയല്ലായിരുന്നല്ലോ. ഒരു 10-20 വർഷം കഴിഞ്ഞ് അങ്ങനെയാവില്ല. മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ അങ്ങനെയല്ലായിരുന്നല്ലോ. അതിൻ്റെ മുന്നേ ഞാൻ എവിടെയായിരുന്നു? ഇങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഉള്ളത് ആ സദ്വസ്തു മാത്രം. അതാണ് സത്യമെന്ന് ബോധിക്കാൻ സാധിക്കും അമ്മേ എന്നവിടെ സാഖ്യത്തെ വിസ്തരിച്ചു. അപ്പം അമ്മയുടെ ചോദ്യം, ഈ തത്വം എളുപ്പം മനസ്സിലാക്കാൻ വല്ല വഴിയുണ്ടോ? ഇതെപ്പോഴും ചിന്തിക്കുക. കൂട്ടത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കുക, ഏകാന്തത്തിലിരുന്ന് ഭഗവാനെ ധ്യാനിക്കുക. അങ്ങനെ ധ്യാനയോഗത്തിലൂടെ ഈ ഭഗവാനെ അറിയാൻ സാധിക്കും. അങ്ങനെ ധ്യാനയോഗം വിസ്തരിക്കുകയാണ്. ഞാൻ
പ്രകൃതിയല്ല പുരുഷനാണ് എന്ന് നമ്മൾ ധ്യാനിച്ചുറപ്പിക്കണം എന്ന് അവിടെ ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശം കൊടുത്തു. ഇതെങ്ങനെ ധ്യാനിച്ചുറപ്പിക്കും? അതാണ് അടുത്ത ചോദ്യം. ഇരുന്ന് ചിന്തിക്കണം. ഇത് ചിന്തിക്കണമെങ്കിൽ ഏകാഗ്രത വേണം. അതിനെന്താ വഴി? ഈ മനസ്സാണ് വലിയ പ്രശ്നം. ഈ മനസ്സ് എവിടുന്ന് വന്നു? അതാണ് എന്താണ് ഈ മനസ്സ്? അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലാവും, മനസ്സെന്ന് പറയുന്നത് ചിന്തകളുടെ കൂട്ടമാണ്, ചിന്തകളുടെ പ്രവാഹമാണ്. അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കുമോ? അതിനെ ഒന്ന് അടക്കി നിർത്താൻ എന്തായാലും സാധിക്കും. ആദ്യ പടിയിൽ നമുക്ക് ഇല്ലാതെയാക്കാൻ സാധിക്കില്ല, പക്ഷെ അടക്കി നിർത്താനായിട്ട് സാധിക്കും. ആ അടക്കി നിർത്തലാണ്, അണകെട്ടി നിർത്തലാണ്. ഇത് വലിയ പ്രവാഹമാണെങ്കിലും വലിയ കുത്തൊഴുക്കുള്ള നദിയെ പോലും അണകെട്ടി നിർത്താറുണ്ടല്ലോ. ഇതുപോലെ മനസ്സിനെ അണകെട്ടി നിർത്തുക. അതിനെന്താ വഴി? അതിനുള്ള വഴിയാണ് പ്രാണനും മനസ്സും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആചാര്യന്മാർ പറയും, പ്രാണനും മനസ്സും പൊന്തുന്നത് ഒരു ദിക്കിൽ നിന്നാണ്. അപ്പം മനസ്സ് അസ്വസ്ഥമാകുമ്പം പ്രാണന്റെ ചലനത്തിന് മാറ്റം വരാറുണ്ട്, ഇല്ലേ? അപ്പം പ്രാണനും മനസ്സും ഒരേ ദിക്കിൽ നിന്ന് വരുന്നതാണ്. അപ്പം പ്രാണനെ നിയന്ത്രിച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രാണനെ അടക്കിയാൽ മനോനിരോധം എളുപ്പമാണ്. ഇതാണ് ഭാരതത്തിലെ യോഗാചാര്യന്മാര് കണ്ടുപിടിച്ച സൂത്രം. ഇതിനാണ് പ്രാണായാമം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങോട്ട് പെട്ടെന്ന് തന്നെ പ്രാണായാമം ചെയ്ത് ബ്രഹ്മതത്വം ബോധ്യമാവുമോ? അതാണ്, ബ്രഹ്മമാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുമോ എന്നാണെങ്കിൽ പ്രാണായാമം മാത്രം പോരാ. അതിൻ്റെ മുൻപ് ലേശം കാര്യങ്ങളും കൂടി ആവശ്യമാണ്. അതിനു മുമ്പ് ചിലത് പരിശീലിക്കാനുണ്ട്. ഒരു പൂർവ്വരംഗം അതാവശ്യമാണ്. എന്താ അത്? അതാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. സ്വധർമാചരണം ശക്തിയാ വിധർമാച നിവർത്തനം ദൈവാത് ലബ്ധേന സന്തോഷ ആത്മവിച്ചരണാർച്ചനം. ധർമാനുഷ്ഠാനം ആവശ്യമാണ്. സദാചാരം, ധർമ്മനിഷ്ഠ ഇതെല്ലാം വേണം. ഇതില്ലെങ്കിൽ യമം, നിയമം, ആസനം, എന്നിട്ടാണ് പ്രാണായാമം. അപ്പൊ ആദ്യം യമനിയമാദികൾ വേണം. അത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ഈ ധർമ്മം എന്നാൽ? ധർമ്മം എന്നാൽ അർത്ഥം ഏതൊന്ന് ചെയ്താൽ ആത്യന്തികമായിട്ട് നിലനിൽപ്പുണ്ടോ അതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ സ്വധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മത്തിന് പല മുഖങ്ങളുമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗൃഹത്തിൽ വസിക്കുന്നയാൾക്ക്, അദ്ദേഹം ഗൃഹസ്ഥനാണ്. ഗൃഹസ്ഥനെ സംബന്ധിച്ച് ധർമ്മങ്ങൾ ഏതൊക്കെയാ? അദ്ദേഹം പത്നിയുടെ മുമ്പിലെത്തിയാൽ ഭർത്തൃധർമ്മം ആണ്. ഭാര്യയോട് അദ്ദേഹത്തിന്റെ ധർമ്മം ഭർത്തൃധർമ്മമാണ്. കുട്ടികളുടെ മുമ്പിലാണെങ്കിലോ കുട്ടികളോട് പിതൃധർമ്മം. അദ്ദേഹത്തിനും അച്ഛനമ്മമാരുണ്ട്. അപ്പൊ അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പുത്രധർമ്മം. സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴോ ഇപ്പൊ സാമൂഹിക ധർമ്മം. ഇങ്ങനെ നോക്കുമ്പം സ്വധർമ്മത്തിൽ തന്നെ എന്തൊക്കെ പെടും? ധാരാളം വകഭേദങ്ങൾ അതിൽ തന്നെ ഉണ്ട്. പൗരധർമ്മം, രാഷ്ട്രധർമ്മം ഒക്കെ ഇതിൽ പെടും. താൻ അനുഷ്ഠിക്കേണ്ടത് ശ്രദ്ധിച്ച് ധരിച്ച് മനസ്സിലാക്കി വീഴ്ച കൂടാതെ ചെയ്യുക. അതാണ് സ്വധർമാചരണം എന്ന് പറഞ്ഞത്. അതെങ്ങനെ ചെയ്യുക? ശക്തി പോലെ എത്ര കണ്ട് നന്നാക്കി എനിക്കത് അനുഷ്ഠിക്കാൻ പറ്റുമോ അത്ര കണ്ട് ഭംഗിയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചാൽ മാത്രം മതിയോ? അതിന്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. വിധർമാച നിവർത്തനം എന്നെടുത്തു പറഞ്ഞു. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതാണ്. അധർമ്മം വന്നു കൂടരുത്. അതുകൊണ്ട് നല്ലോണം വിലയിരുത്തി വേണം കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ. പിന്നെ ഗ്രാമ്യധർമ്മ നിവർത്തിച്ച മോക്ഷധർമ്മ രതിസ്തഥ. ഗ്രാമ്യധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉലയ്ക്കുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, മനസ്സിനെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്താതെ ഇളക്കുന്നതായിട്ടുള്ള ധർമ്മങ്ങൾ. ഇങ്ങനെയുള്ള സ്വഭാവം അങ്ങനെയുള്ള ചില കർമ്മങ്ങളിൽ ഇടപെടാതിരിക്കുക. മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന, മനസ്സിനെ ഇളക്കുന്നതായിട്ടുള്ള, ആത്യന്തികമായിട്ട് നഷ്ടത്തിൽ കൊണ്ടെത്തിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മത്തിലേക്ക് ഇടപെടാതിരിക്കുക. അതാണ് ഗ്രാമ്യധർമ്മ നിവൃത്തി. അതേസമയം മനസ്സിന് ഏകാഗ്രത ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഏർപ്പെടുകയും വേണം. അതാണ് മോക്ഷധർമ്മ രതിസ്ഥത. മോക്ഷധർമ്മങ്ങളിൽ ശ്രദ്ധിക്കുക. ശാസ്ത്രപഠനം, സദ്ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, ഈശ്വര വിഷയങ്ങൾ ശ്രവിക്കുക, അതിനൊക്കെ പ്രത്യേകം ഉത്സാഹിക്കുകയും വേണം. പിന്നെയോ മിതമേധ്യാദനം, മിതമായി മാത്രം കഴിക്കുക. അവനവന് ആവശ്യമുള്ളത് മാത്രം, അതും പരിശുദ്ധമായിട്ടുള്ള ആഹാരം. രുചി നോക്കിയിട്ടല്ല, തൻ്റെ ആവശ്യം നോക്കിയിട്ട്, ഗുണം നോക്കിയിട്ട് കഴിക്കുക. ശരീരത്തിന് വേണ്ട വസ്തുക്കൾ, അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുക. ഇതൊക്കെ പറയുമ്പോൾ വിഷമാണ്. കാരണം രുചി നോക്കുന്നവരാണ് അധികം പേരും. രുചി നോക്കി
നാവിൻ്റെ രുചി നോക്കി എന്തും കഴിച്ച് അവസാനം പല രോഗങ്ങളും ചെറുപ്രായത്തിൽ തന്നെ വാങ്ങി കൂട്ടാറാണ് പതിവ്. അതുകൊണ്ട് പ്രത്യേകം സാധന അനുഷ്ഠിക്കുന്നവരെന്ത് ചെയ്യണം? ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കണം. പരിശുദ്ധമായിട്ടുള്ള ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞാൽ പാകം ചെയ്തത്, അടച്ചു വെച്ചത്, ഈച്ചയൊന്നും അരിക്കാത്തത്, അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ വിസ്തരിച്ച് ഭഗവത്ഗീത വിസ്തരിച്ച് പറയുന്നുണ്ട്. സാത്വിക ആഹാരം ഏതെന്നുള്ളതൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് പരിശീലിക്കണം എന്നർത്ഥം. പിന്നെ അഹിംസ, സത്യം, അസ്തേയം, ഇങ്ങനെയുള്ള ഗുണങ്ങൾ ആവശ്യമാണ്. അഹിംസ എന്ന് പറഞ്ഞാൽ ഹിംസയുടെ അഭാവം, അതാണ് അഹിംസ. ഒന്നിനും ദ്രോഹിക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഒന്നിനും ദ്രോഹിക്കാതിരിക്കുക എന്നാണോ ഹിംസയുടെ അഭാവം എന്നാണോ? ആചാര്യന്മാർ പറയും ശരിക്കും പറഞ്ഞാൽ ഹിംസയുടെ അഭാവം എന്നല്ല പറയേണ്ടത്, പിന്നെയോ സ്നേഹത്തിന്റെ പ്രഭാവം എന്നാണ് പറയേണ്ടത്. എല്ലാത്തിനെയും സ്നേഹിക്കുക, അങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുക, എല്ലാത്തിനെയും ഈശ്വരനായിട്ട് കണ്ട് സ്നേഹിക്കുക, പൂജിക്കുക. അടുത്തതാണ് സത്യം. എന്താ ഈ സത്യം? പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും സത്യം. കേവലം വാചികമായിട്ടുള്ള ഒന്ന് മാത്രമല്ല, പ്രവൃത്തിയിലും വാക്കിലും വിചാരത്തിലും എന്ത് വേണം? ഈ സത്യം ആവശ്യമാണ്. പിന്നെ അസ്തേയം. അസ്തേയം എന്ന് പറഞ്ഞാൽ അന്യൻ്റേത് തൻ്റെ ആക്കണം എന്നുള്ള വിചാരം ഇല്ലാണ്ടിരിക്കുക. അതന്നെ, മറ്റുള്ളവരുടേത് എനിക്ക് വേണം എന്നുള്ള വിചാരം ഇല്ലാണ്ടിരിക്കുക. വീണ് കിട്ടുന്നത് പോലും സ്വീകരിക്കാതിരിക്കുക. പോണ വഴിക്കൊരു 10 രൂപ കണ്ടു, അത് വെറുതെ അവിടെ കടന്ന് വെയിലും മഴയും കൊണ്ട് പോകില്ല എന്ന് കരുതി കീശയിലിടുക, അത് വേണ്ടാന്നർത്ഥം. എൻ്റെ കീശയിൽ നിന്ന് വീണതാണെങ്കിൽ മാത്രമേ എനിക്കത് എടുക്കാനുള്ള അധികാരമുള്ളൂ എന്ന് മനസ്സിലാക്കി എടുക്കാതിരിക്കുക. അതാണ് അസ്തേയം. ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ഇത്രയും ശീലിച്ചു കഴിഞ്ഞാൽ ഇനി യോഗം എന്ന് പറയാണ്. അങ്ങനെ പത്മാസനത്തിലിരുന്ന് പ്രാണായാമം ചെയ്ത് മനസ്സിനെ അടക്കണം എന്ന് പറയാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ പറയും, യോഗ എന്ന് പറഞ്ഞാൽ യോഗ ചിത്തവൃത്തി നിരോധ. യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തികളെ നിരോധിക്കുക. മനസ്സ് പല ദിക്കിലേക്ക് പോകും, അതിൽ നിന്നൊക്കെ എടുത്ത് ഒന്നിൽ ഉറപ്പിക്കുക. ഇതിനെയാണ് യോഗം എന്ന് പറയുക. യുജ് സമാധവും യുജ് മേളനെ, 2 ധാതുവിൽ നിന്നാണ്. ഈ യുജ് ധാതുവിൽ 2 അർത്ഥമുണ്ട്. സമാധി എന്നും അർത്ഥമുണ്ട്, മേളനം എന്നും അർത്ഥമുണ്ട്. മേളനം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, അത് മാർഗത്തെ സൂചിപ്പിക്കുകയാണ്. സമാധി എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യത്തെ സൂചിപ്പിക്കുകയാണ് എന്ന് ആചാര്യന്മാർ പറയും. ഈശ്വരനും ഞാനുമായിട്ടുള്ള കൂടിച്ചേരൽ, അതാണ് കൂടിച്ചേരലാണ് വഴി. ഭഗവാനുമായിട്ട് ചേരുക, ഈ മനസ്സിൽ ഭഗവാനെ നിറയ്ക്കുക, അതാണ് മേളനം. അതിൻ്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ലഭിക്കും? സമാധി. സമാധി അനുഭവം നമുക്കുണ്ടാവും എന്ന് കാണിച്ചു തരണോ. അതിനാദ്യം വേണ്ടത് ഒരു ഭാഗത്തിരിക്കുക, അതാണ് ആസനം. യമം നിയമം, അത് രണ്ടും നമ്മളിപ്പം കണ്ടു, ചുരുക്കി കണ്ടു. അത് കഴിഞ്ഞാൽ ആസനം, ഒരു ഭാഗത്ത് ഇരിക്കുക. അതിൽ തന്നെ പത്മാസനത്തിലിരിക്കാനാണ് അധികം പറയുക. അങ്ങനെയാവുമ്പം ഇരിപ്പുറയ്ക്കും, നിവർന്നിരിക്കാൻ സാധിക്കും, കുറച്ച് അധികം നേരം ഇരിക്കാൻ സാധിക്കും. പത്മാസനാവുമ്പം നട്ടൽ തന്നെത്താൻ വരും, നമുക്കധികം മെനക്കെടില്ല, കുറച്ചധികം നേരം അങ്ങനെ ഇരിക്കാനും സാധിക്കും. അതുകൊണ്ട് പത്മാസനത്തിലിരുന്ന് മനസ്സ് ഏകാഗ്രമാക്കാൻ പ്രാണായാമം ചെയ്യണം. പ്രാണായാമം ചെയ്യണം. മൂക്കിലൂടെ അകത്തേക്ക് വായു എടുക്കുക, അതിനെ പൂരകം എന്ന് പറയും. അത് എത്ര സാവധാനം പറ്റുമോ അത്രയ്ക്കും സാവധാനം. അത് കുറച്ചു നേരം ഉള്ളിൽ വെക്കുക, അതിനെയാണ് കുംഭകം എന്ന് പറയുക. അത് കഴിഞ്ഞ് സാവധാനം പുറമേക്ക് വിടുക, അതിന് രേചകം എന്ന് പറയും. ഇനി ഈ കുംഭകം ഇല്ലാതെയും പൂരകവും രേചകവും മാത്രമായിട്ട് പ്രാണായാമാവുക, അതാവുമ്പം എളുപ്പമാണ്. അതിന് പ്രത്യേകിച്ച് ഗുരുനാഥന്മാരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. അതല്ല, കുംഭകം ചെയ്യുന്നുണ്ടെങ്കിൽ അത് യോഗാചാര്യന്മാരൊക്കെ പറയും, അത് ഒരു ആചാര്യന്റെ ഉപദേശത്തോടു കൂടി ശ്രദ്ധിച്ച് അദ്ദേഹത്തിന്റെ മുന്നിലിരുന്നിട്ട് തന്നെ വേണേ എന്ന് പ്രത്യേകം പറയാറുണ്ട്. അപ്പോൾ സാവധാനം ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, അത് കുറച്ചു നേരം ഉള്ളിൽ വെക്കുക, സാവധാനം പുറമേക്ക് വിടുക. ഈ അകത്തേക്ക് വലിക്കുന്നതിന് പൂരകമെന്നും അകത്ത് കുറച്ചു നേരം വെക്കുന്നതിന് കുംഭകമെന്നും പുറമേക്ക് വിടുന്നതിന് രേചകമെന്നും പറയും. ഇത് ദിവസങ്ങൾ കഴിയുമ്പം ഈ സമയം കൂട്ടിക്കൂട്ടി വരിക. അങ്ങനെ സാവധാനം പ്രാണനിരോധം ശീലിക്കുക. പ്രാണനിരോധം ശീലമായാൽ പിന്നെ മനോനിഗ്രഹം എളുപ്പമാവും, പെട്ടെന്ന് തന്നെ സാധിക്കും. മനസ്സ് നിർമ്മലമാവും, മറ്റു ചിന്തകൾ മനസ്സിൽ വരില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? അവിടേക്ക് ഭഗവാന്റെ രൂപം എത്തിക്കുക, അതാണ് ധ്യാനം. നാസാഗ്രത്തിൽ ദൃഷ്ടിയെ ഉറപ്പിക്കുക. എന്നിട്ട് മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം ധ്യാനിക്കുക. പരമാത്മാവിലേക്ക് മനസ്സിനെ തിരിച്ചുവിടുക. അതിന് ഏതെങ്കിലും ഒരു ഐശ്വര്യ രൂപത്തെ ധ്യാനിക്കണം. ഏതും ധ്യാനിക്കാം. ഇഷ്ടദേവനെ ധ്യാനിക്കാം, ഇഷ്ടദേവതയെ ധ്യാനിക്കാം. അത് ഇന്ന ആളെന്നില്ല, ശ്രീകൃഷ്ണനെയോ ശ്രീരാമനെയോ ദേവിയെയോ പരമേശ്വരനെയോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളെ ധ്യാനിക്കാം.
ഇത് ഭാഗവതം ആയതുകൊണ്ട്, ശ്രീമദ് ഭാഗവതം അത് വിഷ്ണു പുരാണം തന്നെയാണ്. അതുകൊണ്ട് വൈഷ്ണവ പുരാണം ആയതുകൊണ്ട് വിഷ്ണു ഭഗവാനെയാണ് ഇവിടെ ധ്യാനിക്കാൻ വേണ്ടി കപില വാസുദേവൻ പറഞ്ഞു കൊടുക്കുന്നത്. അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപം വിഷ്ണു ഭഗവാന്റെ രൂപമാണ്. ആ രൂപം മനസ്സിൽ തെളിഞ്ഞു വരാൻ പാകത്തിന് ധ്യാനിക്കണം. മനസ്സ് നിൽക്കണമെങ്കിൽ പറയാറ് സൗന്ദര്യം, സുരക്ഷ, സുഖം, ഇത് മൂന്നുള്ള ദിക്കിലാണ് മനസ്സ് നിൽക്കുക. അപ്പം അതുകൊണ്ട് നല്ലോണം സൗന്ദര്യമുള്ള രൂപം തന്നെ ധ്യാനിക്കുക. അതാണ് മനോഹരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. അത് ഓരോരോ അവയവമായിട്ട് ധ്യാനിക്കുക. ധ്യാനിക്കുമ്പം ഓരോ അവയവത്തിൻ്റെ സവിശേഷതയും കൂടി അറിഞ്ഞ് ധ്യാനിക്കുക. അപ്പോഴാണത് ഉറക്കുക. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു കൊടുത്തു, അല്ലയോ അമ്മേ, അതുകൊണ്ട് ആ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിഞ്ഞ് കാണാനായിട്ട് ശ്രമിക്കൂ. എങ്ങനെയാണ് ആ ഭഗവാന്റെ രൂപം? സഞ്ചിന്ത ഏത് ഭഗവതശ്ചരണാരവിന്ദം വജ്രാങ്കുശധ്വജ സരോരുഹലാഞ്ചനാഢ്യം ഉത്തുംഗരക്തവിലസൻ നഖചക്രവാളജ്യോത്സ്നാഭിരാഹതമഹത് ഹൃദയാന്ധകാരം. ഇവിടെ പാദാതികേശം വർണ്ണനയാണ്. ഭഗവാന്റെ മനോഹരമായ രൂപം, അതിലെ പാദം ആദ്യം ധ്യാനിക്കുക. ആശ്രയിക്കുന്ന ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ള അന്ധകാരത്തെ, അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന ഭഗവാന്റെ മനോഹരമായ തിരുനഖങ്ങൾ. 10 ചന്ദ്രന്മാർ ഒരുമിച്ച് ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചിരിക്കുകയാണോ തോന്നും ആ തിരുനഖങ്ങൾ കണ്ടാൽ. അങ്ങനെയുള്ള മനോഹരമായ ഭഗവാന്റെ പാദം. ഈ പാദത്തിന് വേറൊരു മഹത്വം കൂടിയുണ്ട്. ഈ ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചിട്ടാണ് പരമശിവൻ കൃതകൃത്യനായത്. ആ കഥ നമ്മുടെ ഭഗീരഥൻ ആകാശഗംഗയെ കൊണ്ടുവന്ന കഥ, ആകാശഗംഗയുടെ ഉത്പത്തി, ഇതൊക്കെ ഭാഗവത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പണ്ട് ഭഗവാൻ വാമനമൂർത്തിയായ സമയത്ത് ബലിയെ അനുഗ്രഹിക്കാനായിട്ട് ത്രിവിക്രമ രൂപം ധരിച്ചു. തൻ്റെ പാദം അളക്കാനായിട്ട് മുകളിലേക്ക് ഉയർത്തിയ സമയത്ത് അത് സത്യലോകത്തെത്തിയെന്നും പിന്നീട് അവിടെയുള്ള സത്യലോകത്തുള്ള ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡല ജലം കൊണ്ട് ഭഗവാന്റെ പാദം അഭിഷേകം ചെയ്തു, പാദം കഴുകി. ആ പാദതീർത്ഥമാണ് ആകാശഗംഗയായിട്ട് കുറച്ചു കാലം ആകാശത്തിൽ അങ്ങനെ സഞ്ചരിച്ചു. ഈ ആകാശഗംഗയെ ഭഗീരഥൻ തപസ് ചെയ്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ആ ഗംഗയെ താങ്ങാനായിട്ട് പരമശിവൻ ചെന്നു. ആ ഭഗവാന്റെ തിരുമുടിയിലേക്കാണ് ആകാശഗംഗ, ഗംഗാദേവി ചാടിയത്. ആ പാദതീർത്ഥം, ആകാശഗംഗ എന്താണ്? ഭഗവാന്റെ പാദതീർത്ഥമാണ്, വിഷ്ണു ഭഗവാന്റെ പാദതീർത്ഥമാണ്, വാമനമൂർത്തിയുടെ പാദം കഴുകിയ വെള്ളമാണ്. ആ പാദതീർത്ഥം പരമശിവൻ എപ്പോഴും ശിരസിൽ കൊണ്ടു നടക്കുകയാണ്. അതാണ് ആ ഭഗവാന്റെ പാദത്തിന്റെ മഹിമ. ഈ മഹത്വം ഉൾക്കൊണ്ട് ആ പാദത്തെ ധ്യാനിക്കൂ അമ്മേ എന്ന് ഉപദേശം. ചുമന്ന നിറത്തിലുള്ള ഭഗവാന്റെ ആ ഉള്ളങ്കാല്, നീല നിറത്തിലുള്ള പുറങ്കാല്, ആ പാദത്തിലണിഞ്ഞ പാദസരം, അത് ശബ്ദിക്കുന്നുണ്ട്. അത് നമ്മളോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. മേൽപ്പത്തൂര് പറയും പദഭജനം ശ്രേയഃ, പദഭജനം ശ്രേയഃ. നിങ്ങളെല്ലാവരും എന്നെ പോലെ ശ്രേയസ്സല്ലേ ആഗ്രഹിക്കുന്നത്? ശ്രേയസ്സിനുള്ള വഴി ഇതാണ്. ഞാൻ ആശ്രയിച്ചതുപോലെ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കൂ, ആശ്രയിക്കൂ എന്ന് വിളിച്ചു പറയുന്ന ആ പാദസരം മനസ്സിൽ കാണുക. ലക്ഷ്മി ദേവി മടിയിൽ വെച്ച് തടവുന്ന ആ മനോഹരമായിട്ടുള്ള പാദം, അതിന്റെ മുകളിലേക്ക് സ്വർണ്ണ ചെപ്പുവോടം കമഴ്ത്തി വെച്ചതുപോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കാൽമുട്ടുകൾ, പുരുഷാർത്ഥങ്ങളെ മൂടി വെച്ചതാണോ തോന്നും ആ കാൽമുട്ടുകൾ കണ്ടാൽ. അങ്ങനെയുള്ള മനോഹരമായ കാൽമുട്ടുകൾ മിന്നൽ പോലും തോറ്റുപോകും. അത്രയും മനോഹരമായ മഞ്ഞപ്പട്ട്, പട്ട് പീതാംബരം, അരയിലണിഞ്ഞ മനോഹരമായ സ്വർണ്ണ നിറത്തോടു കൂടിയ ആ മനോഹരമായ ഭഗവാന്റെ അരഞ്ഞാണം, അരക്കെട്ട്, നാഭിദേശം, ആ നാഭിയിൽ നല്ലേ പ്രപഞ്ചമാകുന്ന താമര ഉത്ഭവിച്ചത്, അതിലല്ലേ ബ്രഹ്മദേവൻ. അങ്ങനെയുള്ള മനോഹരമായ നാഭി, അതിന്റെ മുകളിൽ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിട്ടുള്ള ഭഗവാന്റെ ഹൃദയം, വലംബിരി ശംഖം പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ കണ്ഠം, ആ കണ്ഠത്തിൽ ഇറങ്ങി നിൽക്കുന്ന കൗസ്തുഭരത്നം, മുത്തുമാലകള്, വനമാലകള്, സ്വർണമാലകള്, മനോഹരങ്ങളായ 4 കൈകള്, തോൾവളകള്, കയ്യിലണിഞ്ഞ വളകള്, മോതിരങ്ങള്, കയ്യിലുള്ള ആയുധങ്ങള്, ശംഖചക്ര ഗദാപത്മങ്ങള്. എന്തിനാണ് ഈ ശംഖചക്ര ഗദാപത്മങ്ങള്? ചില ആചാര്യന്മാർ പറയും ഭഗവാനിൽ 4 ലക്ഷണങ്ങളുണ്ട് എന്നാണ്. പ്രധാനമായിട്ട് 4 ലക്ഷണങ്ങൾ. ഏതാ ഈ 4 ലക്ഷണങ്ങൾ എന്നാണെങ്കിൽ, നിരതിശയമായിട്ടുള്ള ജ്ഞാനം, നിരതിശയമായിട്ടുള്ള ശക്തി, നിരതിശയമായിട്ടുള്ള പ്രകാശം, അതുപോലെ നിരതിശയമായിട്ടുള്ള ആനന്ദം. ഈ 4ഉം നിരതിശയമായിട്ടുണ്ടാവുക ഭഗവാനിലാണ്. ഇതാണ് ഭഗവാന്റെ ലക്ഷണം എന്ന് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്. അതിന്റെ പ്രതീകമാണത്രേ ശംഖ്, ചക്രം, ഗദാ, പത്മം.
ഇപ്പൊ ശംഖ് എന്തിന്റെ പ്രതീക? ശംഖ് ജ്ഞാനത്തിന്റെ പ്രതീകമാണ്. അത് ഭാഗവതത്തിൽ പല ദിക്കിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ജ്ഞാനമയേന കമ്പുന എന്നൊക്കെ ഇനി കാണും. അപ്പം ജ്ഞാനത്തിന്റെ പ്രതീകമാണ് ശംഖ്. നിരതിശയമായിട്ടുള്ള ജ്ഞാനത്തിന്റെ പ്രതീകമായി ശംഖ്. ചക്രം എന്തിന്റെ പ്രതീകമാണ്? നിരതിശയമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതീകമാണ് ചക്രം. ഗദ എന്തിന്റെ പ്രതീകമാണ്? നിരതിശയമായിട്ടുള്ള ശക്തി, അതിന്റെ പ്രതീകമാണ് ഗദ. താമര എന്തിന്റെ പ്രതീകമാണ്? നിരതിശയമായിട്ടുള്ള ആനന്ദം, അതിന്റെ പ്രതീകമാണ് താമര. അപ്പൊ ശക്തിയും പ്രകാശവും അറിവും പോരാ, ആനന്ദവും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇതിനൊക്കെയായിട്ട് ഭഗവാനെ ആശ്രയിക്കൂ എന്ന് കാണിക്കുകയാണ്. ശംഖചക്രാദികൾ പിടിച്ചും കൊണ്ട് ഭഗവാൻ നിൽക്കുന്നത് അതാണത്രേ. ഇങ്ങനെയുള്ള ഭഗവാന്റെ രൂപം മനസ്സിൽ ധ്യാനിക്കൂ. മനോഹരമായ ഭഗവാന്റെ കവിൾത്തടം, കണ്ണാടി പോലുള്ള ഭഗവാന്റെ കവിൾത്തടം, ചെന്തുണ്ടിപ്പഴം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, നീണ്ട നാസിക, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ കണ്ണുകൾ, നീട്ടിവരച്ച ഗോപിക്കുറി, ഭഗവാന്റെ നെറ്റിത്തടം, ചുരുണ്ട് ഇടതൂർന്ന ഭഗവാന്റെ കറുത്ത മുടി, അതിൽ ചാർത്തിയ മയിൽപ്പീലി, മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള ഭഗവാന്റെ സ്വർണ്ണ കുണ്ടലങ്ങൾ, ഭഗവാന്റെ ചെവി, ഇതങ്ങനെ കേശാദി പാദം, അതുപോലെ പാദാദി കേശം അങ്ങനെ ധ്യാനിച്ച് ഉറപ്പിക്കുക. കുറച്ചു നേരം ഇങ്ങനെ ധ്യാനിച്ചാൽ ധ്യാനിക്കുന്ന ഞാൻ, ധ്യാനിക്കപ്പെടുന്ന ഈശ്വരൻ, ധ്യാനമെന്ന പ്രവൃത്തി ഇങ്ങനെ വേറെ ഇല്ലാതെയാവും, ഒന്നാവും എന്നർത്ഥം. അവിടെ പിന്നെ ഒന്നുമില്ല. തത്രക്ക ശോക കമോഹ അല്ലെ, തത്രക്ക മോഹ കശോക ഏകത്വം അനുപശ്യതി. അവിടെ പിന്നെ ഒന്നേ ഉള്ളൂ, രണ്ടില്ല. അങ്ങനെയുള്ള ആ അവസ്ഥയെ ജീവൻ മുക്താവസ്ഥ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു യോഗിക്ക് എപ്പം വേണമെങ്കിലും അദ്ദേഹത്തിന് ശരീരം ഊരിയിട്ട് പോകാൻ സാധിക്കും. യോഗിക്ക് മൃത്യുവിനെ ഒട്ടും ഭയമില്ല. യോഗിക്ക് തൻ്റെ ശരീരവുമായിട്ട് എത്ര കണ്ട് ബന്ധം ഉണ്ട് എന്നാണെങ്കിൽ നമ്മളും നമ്മളുടെ ഈ ഉടുത്ത വസ്ത്രവുമായിട്ട് എത്ര കണ്ട് ബന്ധമുണ്ട്, അത്രയേ ഉള്ളൂ. ബന്ധമുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഉപേക്ഷിക്കാൻ മടിയുണ്ടോ? ലേശൊരു മടി, ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഉപേക്ഷിക്കും ചെയ്യാം. ഈ മട്ടാണ്. ചിലർക്ക് ഒട്ടും മടിയില്ല, ഉപേക്ഷിക്കാൻ ഒട്ടും മടിയില്ല, അങ്ങനെയുണ്ട്. ഇതുപോലെ അത്രേ ബന്ധമുള്ളൂ. മഹായോഗീശ്വരന്മാര് ധാരാളം ഉണ്ട്. ഈ പറഞ്ഞതുപോലുള്ള മഹായോഗീശ്വരന്മാര് ധാരാളം ലോകത്തുണ്ട്. ചിലരെ അറിയപ്പെടുന്നുള്ളൂ എന്ന് മാത്രം. യോഗി ദേഹം ഉപേക്ഷിക്കുന്നത് ഏതുപോലെ ചോദിച്ചാൽ പാമ്പ് തൊലി ഉപേക്ഷിക്കുന്നത് പോലെയാണ്. ചട്ടമ്പി സ്വാമികളുടെയൊക്കെ അന്തിമഘട്ടം കേട്ടിട്ടുണ്ട്. വായനശാലയിൽ വെച്ചാത്രേ അദ്ദേഹം സമാധിയായത്. ചെറിയൊരു മുറി, ചെറിയൊരു കട്ടിലും, അതിലങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. ആ സമയത്ത് സ്വാമിയുടെ ശിഷ്യൻ അവിടേക്ക് വന്നു. പലരും നോക്കി നിൽക്കുന്നുണ്ട്. പല ജീവജാലങ്ങളും അവിടെ ഉണ്ട്, ജന്തുക്കളൊക്കെ ഉണ്ട്. വയ്യാതെ കിടക്കുകയാണ് അദ്ദേഹം. ശിഷ്യനോട് അദ്ദേഹം പറഞ്ഞു എന്നാണ്, എന്നെ ഒന്ന് താങ്ങൂ എന്ന് പറഞ്ഞു. ശിഷ്യൻ അടുത്ത് ചെന്ന് ഒന്ന് താങ്ങി അദ്ദേഹത്തെ ആ കട്ടിലൊന്ന് ഇരുത്തി. അദ്ദേഹം അവിടെ പത്മാസനത്തിലിരുന്നു. ഒന്ന് കണ്ണടച്ചു, ഒന്ന് ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. സാവധാനം ആ ശ്വാസം നിലച്ചു. ഇങ്ങനെയാണ് സമാധി. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ഈ അടുത്ത കാലം വരെ നാരായണ ഗുരുദേവനെ പറ്റിയും പറയാറുണ്ട്. അദ്ദേഹം അവസാന കാലത്ത് കുറച്ച് വയ്യാതെ കിടക്കുന്നതായിരുന്നു. ശിഷ്യന്മാരെ ഒക്കെ അടുത്തുണ്ട്. അവരോടായിട്ട് പറഞ്ഞു, ദൈവദശകം ചെല്ലാൻ പറഞ്ഞു. അവസാനമായ സമയത്ത് ആ ദൈവദശകത്തിന്റെ അവസാനത്തെ വരി എത്തിയ സമയത്തൊന്ന് പറഞ്ഞു ശിഷ്യന്മാരോട്, എന്നെ ഒന്ന് ഇരുത്താൻ വേണ്ടി പറഞ്ഞു. ഇതേപോലെ പിടിച്ചിരുത്തി അവസാനത്തെ ആ വരി വീണ്ടും അവർ ചൊല്ലി, ആഴമേറും നിന്മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ആ സുഖം എന്ന് കേൾക്കലും ഗുരുദേവൻ കണ്ണടക്കലും ഒരുമിച്ചായിരുന്നു എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ ദേഹം ത്യജിച്ചവര് ഈ അടുത്ത കാലത്ത് പോലും ഉണ്ട്. ഇങ്ങനെ ശരീരത്തെ ത്യജിക്കാൻ സാധിക്കണം. ഇതിനാണ് നമ്മളൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചത് എന്നിവിടെ എടുത്തെടുത്ത് പറയുകയാണ്. അങ്ങനെയുള്ള യോഗീശ്വരന്മാർക്ക് മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായ ഒന്നല്ല. അതേതുപോലെ ചോദിച്ചാൽ വസ്ത്രം ഉപേക്ഷിക്കുന്നത് പോലെയുള്ളൂ. സ്വാപ്നം പുനർന്ന ഭജതേ പ്രതിബുദ്ധ വസ്തു. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തെ പറ്റി ആലോചിക്കാറുണ്ടോ? ഇല്ല. സ്വപ്നത്തിൽ പലതും കണ്ടു എന്ന് വരും. ഉണർന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യാറില്ല. സ്വപ്നത്തില് ലോട്ടറി അടിച്ചതായിട്ടൊക്കെ കാണും. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല. അതിന്റെ പേരിൽ നമുക്ക് വലിയ ദുഃഖമൊന്നുമില്ല. ചെറിയൊരു ദുഃഖം ഉണ്ടാവുമായിരിക്കും. ഉടനെ തന്നെ അത് സ്വപ്നം അറിഞ്ഞ് വിടും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് മദ്യം കുടിച്ച് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ അവര് വസ്ത്രം ഊർന്ന് വീണത് അറിയില്ല. ഇതുപോലെ ദേഹം വീഴും, ഒട്ടും പ്രയാസം ഉണ്ടാവില്ല. ആ ദേഹം വീണ് പോണത് ആ യോഗി അറിയില്ല. വാസോ യഥാ പരികൃതം മതിര മദാന്ധ.
ഈ കള്ളുകുടിയന്മാരെ പിന്നെ ധാരാളം ലോകത്ത് കാണുന്നത് കൊണ്ട് ഈ ഉദാഹരണം പറയുമ്പോൾ എളുപ്പം പിടികിട്ടുമെന്ന് കരുതിയിട്ടാവാം കപിലവാസ്തവർ ഇങ്ങനെയാണ് പറഞ്ഞത്. നല്ലൊരു കള്ളു കുടിച്ച് പൂസായിട്ടുള്ള ആൾ തൻ്റെ വസ്ത്രം അഴിഞ്ഞു പോണത് എപ്രകാരം അറിയാതിരിക്കുന്നു, അപ്രകാരം ഒരു യോഗിക്ക് ദേഹത്തെ ഉപേക്ഷിക്കാൻ സാധിക്കും. ഇങ്ങനെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം? തനിക്ക് വന്നു ചേരുന്ന ധർമ്മം അത് വൃത്തിയിൽ അനുഷ്ഠിക്കുക. അതിൽ ആസക്തിയില്ലാതെ ഈശ്വരാർപ്പണമായിട്ട് ഇത് ചെയ്യാൻ എന്നെ ഭഗവാൻ എന്താ നിയോഗിച്ചു, ഞാനത് ഭഗവാന് വേണ്ടി ചെയ്യുന്നു. സന്തോഷത്തോടുകൂടി സ്വകർമ്മണ തമഭ്യർച്ച്യ, തൻ്റെ കർമ്മം അത് ഭഗവാനായിട്ട് അർച്ചിച്ചും കൊണ്ട് ഭഗവാന് സമർപ്പിച്ചും കൊണ്ട് നിഷ്കാമമായി അനുഷ്ഠിക്കുക. രാമകൃഷ്ണദേവൻ പറയണത് പോലെ ചക്ക മുറിക്കുന്ന സമയത്ത് വിളഞ്ഞി പറ്റാണ്ട് നോക്കുക, അതിനായിട്ട് എണ്ണ പുരട്ടു. അപ്പോഴോ എണ്ണ പുരട്ടിയിട്ടാണ് ചക്ക മുറിക്കണതെങ്കിൽ വിളഞ്ഞി പറ്റില്ല. നിസ്സംഗമാകുന്ന എണ്ണ പുരട്ടി ഇവിടെ കർമ്മം ചെയ്യൂ. അങ്ങനെയാണെങ്കിലോ ഒട്ടില്ല. ഇങ്ങനെ ഒട്ടാതെ കർമ്മം ചെയ്യൂ. മനസ്സ് ഭഗവാനിൽ വയ്ക്കുക, അതാണ് വേണ്ടത്. അങ്ങനെ കർമ്മം ചെയ്യൂ, അതാണ് കർമ്മയോഗം. കർമ്മം ചെയ്യുമ്പോൾ അത് കർമ്മം, പക്ഷേ ഭാവന ഈശ്വരാർപ്പണമാണെങ്കിലോ അത് കർമ്മയോഗമായി. ഉദ്ദേശശുദ്ധി അതാണ് പ്രധാനം. കർമ്മം എന്തെന്നുള്ളതല്ല. ഒരു സാധനം നല്ലതോ ചീത്തതോ എന്ന് എങ്ങനെ പറയും? അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കിയിട്ടാ അല്ലേ? കത്തി അത് നല്ലതാണോ ചീത്തതാണോ എങ്ങനെ പറയും? ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുത്താൽ അത് അപകടമാവും, അത് കൈ മുറിക്കും. ഒരു ദേഹെണ്ണക്കാരൻ്റെ കയ്യിൽ കൊടുത്താലോ അസലായിട്ട് കഷ്ണം നുറുക്കും ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കർമ്മം, ഒരു സാധനം, അതൊക്കെ നല്ലതാണോ ചീത്തതാണോ എന്നൊക്കെ കണക്കാക്കുന്നത് അതിൻ്റെ ഉദ്ദേശം അത് നോക്കിയിട്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ ഒരു കത്തി കൊണ്ട് ഒരാളെ കുത്തി. ഇത് നമ്മൾ കേട്ടു, ഒരാൾ കത്തി കൊണ്ട് വേറൊരാളെ കുത്തി എന്നുള്ളത് കേട്ടു. അത് നന്നായോ മോശമായോ? എന്താ അഭിപ്രായം? നന്നായോ മോശമായോ? കത്തി കൊണ്ട് കുത്തിച്ചാൽ മോശമായിട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് അത് ഡോക്ടറാണ് കുത്തിയത്, രോഗിയെയാണ് കുത്തിയത്, ഓപ്പറേഷൻ ചെയ്യാനാണ് കുത്തിയത്. രോഗി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്, എവിടെ വേണമെങ്കിൽ കുത്തിക്കോളൂ, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, നേരെയായാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ കത്തി കൊണ്ട് കുത്തി എന്നുള്ള സംഗതി നല്ലതാണ് അല്ലേ? എന്തേ കാരണം? ഉദ്ദേശം ശുദ്ധമായതുകൊണ്ട്. നേരെ മറിച്ചൊരു കള്ളനാണെങ്കിലോ മോഷ്ടിക്കാനാണെങ്കിലോ അത് മോശമായി. എന്തേ കാരണം? ഉദ്ദേശശുദ്ധി ഇല്ല. അതുകൊണ്ട് അപ്പോൾ കർമ്മമല്ല ഇവിടെ വിഷയം, അതിൻ്റെ പിന്നിലുള്ള ഭാവനയാണ് വിഷയം. അതുകൊണ്ട് ഭാവന ശുദ്ധമാക്കൂ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഈശ്വര ഭാവനയോടുകൂടി. പാത്രം കഴുകുകയാണെങ്കിൽ അത് ഭഗവാനെ കുളിപ്പിക്കുകയാണ്, വിഗ്രഹം കഴുകി വൃത്തിയാക്കുക എന്നുള്ള ഭാവത്തിൽ നാമം ജപിച്ചുകൊണ്ടാവട്ടെ. അങ്ങനെയാണെങ്കിൽ അത് കർമ്മയോഗം. അങ്ങനെ കർമ്മയോഗത്തെ പറ്റിയും അമ്മയ്ക്ക് വിസ്തരിച്ചു കൊടുത്തു. പിന്നീട് ഒരധ്യായത്തിൽ ഗൃഹാസക്തന്മാരുടെ പതനം വർണ്ണിക്കുകയാണ്. ഇത്രയൊക്കെ യോഗം വർണ്ണിച്ചല്ലോ, ധ്യാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം അല്ലേ, ജ്ഞാനയോഗം. ഇതിലൊരു യോഗവും അഭ്യസിക്കാതെ കഴിഞ്ഞാലുള്ള അവസ്ഥ. ആയ കാലത്തൊന്നും ഭഗവാനെ ഭജിക്കില്ല, ലൗകിക വിഷയങ്ങളുടെ പിന്നാലെ ഓടും. എന്നാൽ മക്കൾക്കും വേണ്ട ഉപദേശങ്ങൾ കൊടുക്കില്ല, അനുഷ്ഠിച്ച് കാണിച്ചു കൊടുക്കണില്ല, അവരത് പഠിക്കില്ല. കുറച്ച് കഴിഞ്ഞ് പണം സമ്പാദിക്കാതെ ആവുമ്പോഴോ ആളുകൾ അവഗണിക്കും. അതിൻ്റെ വിഷമം. കീനാശ ഇവ ഗോചരം. കറവ് പറ്റിയ പശുവിൻ്റെ അവസ്ഥയാവും. കറവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പശുവിനെ എന്ത് ചെയ്യും? അവഗണിക്കും ഇല്ലേ? പഴയതുപോലെ ആദരിക്കില്ല, അവഗണിക്കും. അതിനെ മാറ്റിക്കെട്ടും, ആലയിൽ നിന്ന് മാറ്റും, എന്നിട്ട് പുറത്ത് കിട്ടും. വേണ്ടത്ര തിന്നാൻ കൊടുക്കൂല. പാല് തരുന്ന പശുവിന് ധാരാളം കൊടുക്കും, അത് കഴിച്ചതിൻ്റെ ബാക്കി ഈ പശുവിന് കൊടുക്കും. അങ്ങനെ ആഹാരം കിട്ടാണ്ടായി വെയിലും മഴയും കൊണ്ട് കുളമ്പ് രോഗം വന്ന് അവസാനം അത് വീഴും. അങ്ങനെ അവിടെ കിടന്ന് മരിക്കും. ഈ അവസ്ഥയാവും മനുഷ്യൻ്റെന്നാണ്. അവസാനം ആരും ആദരിക്കാണ്ടാവും. പണം കയ്യിൽ നിന്ന് പോയാൽ, പണം ഇല്ലാണ്ടായി പിന്നെ ആരാദരിക്കും? പെൻഷൻ പറ്റിയാൽ കഴിഞ്ഞു കഥ. പഴയതുപോലെ ആദരിക്കില്ല, അടുത്തേക്ക് വരില്ല. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അമ്മമാർക്കൊക്കെ അടുത്തേക്ക് ആരെങ്കിലും വന്ന് രണ്ട് വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ എന്നാ തോന്നുക. ഒന്നും വരില്ല, ആരും അടുത്തേക്ക് വരില്ല. ഇങ്ങനെ അവഗണിക്കും. നമ്മൾ ദുഃഖിക്കുമ്പോഴും ആരും സമാധാനിപ്പിക്കാൻ ഇല്ലാണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാവും തോന്നുക മക്കൾക്ക് നല്ലത് ഉപദേശിച്ചു കൊടുക്കായിരുന്നു, ആയ കാലത്ത് കുട്ടിയെ പഠിപ്പിക്കായിരുന്നു, നാമം ജപിക്കാനും സത്സംഗങ്ങളിൽ പങ്കെടുപ്പിക്കാനും പ്രേരിപ്പിക്കാമായിരുന്നു എന്ന് അന്ന് തോന്നും. പക്ഷെ അന്ന് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, സമയം കഴിഞ്ഞു പോയില്ലേ. അവസാനം കണ്ഠേ ഘുരഘുരായതേ, കഫൊക്കെ കെട്ടി കഴുത്തിൽ വന്ന് അങ്ങനെ മുട്ടി നിന്ന് അവസാനം അങ്ങോട്ട് മരിക്കും. മരിക്കുന്ന സമയത്തോ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ പലതിക്കലും പോകേണ്ടി വരും. നരകത്തെ പറ്റിയൊക്കെ വിസ്തരിച്ചു. അപ്പോഴാണ് അമ്മ ചോദിക്കുന്നത്, ഉണ്ടോ ഉണ്ണി, നരകമുണ്ടോ ചോദിച്ചു. അമ്മയോട് പറയാണ്, അമ്മേ അത്രൈവാ, ഇവിടെ തന്നെയാണ് അമ്മേ നരകം, ഇവിടെ തന്നെയാണ് അമ്മേ സ്വർഗം. സ്വർഗവും നരകവും ഒക്കെ ഇവിടെ തന്നെ. സ്വർഗം കാണണോ? നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ പോയി നോക്കൂ. നരകം കാണണോ? ആശുപത്രി പോയി നോക്കൂ. എത്ര വാർഡുകളാണ്, കണ്ണില്ലാതെ കൈയില്ലാതെ കാലില്ലാതെ
ഓരോന്നോരോ നരകമാണ്. ആന്ധ്രതാമിശ്രം, മഹാരൗരവം, കുംഭീഭാഗം ഒക്കെ അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയാണ് അത്രൈവ നരകസ്വർഗ. അമ്മ ഇവിടെ തന്നെ. നമ്മളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ്, നമ്മളുടെ മനസ്സ് അശുദ്ധമാണെങ്കിൽ നമ്മൾ നരകത്തിലാണ്. എവിടെ ഇരിക്കണമെന്നുള്ളതല്ല വിഷയം. സമാധാനമായിട്ടിരിക്കുന്നു അയാൾ സ്വർഗത്തിൽ. 100 കോടി രൂപയുടെ കട്ടിലാണ്, പക്ഷെ ഉറക്കല്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. അയാൾ എവിടെ ഇരിക്കുന്നത്? അയാൾ നരകത്തിലാണ്. എന്നാൽ റോഡ് വക്കത്ത് ഉടുതുണി പോലുമില്ല, കൊതുകടി ഉണ്ട് താനും, എന്നിട്ടും സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നു. അയാൾ എവിടെയാണ്? അയാൾ സ്വർഗത്തിൽ. ഒരാൾ അനുഭവിക്കുന്ന സന്തോഷം നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതാണ് അമ്മയോട് പറഞ്ഞത് അത്രയുവ. അമ്മയെ നരകവും സ്വർഗവും ഒക്കെ ഇവിടെ തന്നെ. ഇങ്ങനെ ഇവിടുന്ന് ജീവൻ പോയി ചന്ദ്രനിലെത്തി. അവിടുന്ന് മഴ പെയ്ത് ഭൂമിക്ക് തന്നെ വരുന്നു. അച്ഛനാവാൻ യോഗ്യനായിട്ടുള്ള ആൾ ഭക്ഷിക്കുന്നു, അയാളുടെ ശരീരത്തിലെത്തി, അത് രക്തമായി മാറി പിന്നീട് രേതസ്സായി. അമ്മയാവാൻ യോഗ്യയായിട്ടുള്ള സ്ത്രീയുടെ ഗർഭത്തിലെത്തി, അത് അവിടുന്ന് വളരുകയാണ്. 6-7 മാസമായി. കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്തുതിക്കും. കാരണം ഗർഭവാസം എന്ന് പറഞ്ഞ നരകാണ്. അമ്മ എരുംപുളിയൊക്കെ ധാരാളം കഴിക്കും, ധാരാളം എരുംപുളിയും കഴിക്കും, ചൂട് കാപ്പിയൊക്കെ അങ്ങോട്ട് കുടിക്കും. കുട്ടി ഉള്ളിൽ നിന്ന് അങ്ങോട്ട് പൊളയും. അതിന് വയ്യ, രാവിലെ തന്നെ അഭിഷേകമാണ്, ചൂട് കാപ്പി. വേദന കൊണ്ട് ആ ഉള്ളിലുള്ള ആ കുട്ടി പൊളയാണ്. കടു തീക്ഷ്ണോഷ്ണ ലവണ രൂക്ഷാമ്ലാദിഭിരുൽബണൈഹി മാതൃഭുക്തൈരുപസ്പൃഷ്ട സർവാംഗോത്ഥിത വേദന. ആ ഉള്ളിൽ കടന്ന് പാവം അത് വേദനിക്കുകയാണ്. അത് അവിടെ ഇരുന്ന് സ്തുതിക്കുന്നതാണ്. ഭഗവാനെ മനസ്സിലായി, ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ കാരണം ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണെന്ന് ബോധ്യമായി. ഇനി സൽക്കർമ്മം മാത്രമേ ചെയ്യുള്ളൂ, ഇനി അങ്ങയെ മാത്രമേ സേവിക്കുള്ളൂ എന്ന് ഭഗവാനെ സ്തുതിക്കും, ഭഗവാനെ ഭജിക്കും. കൃപ തോന്നി ഭഗവാൻ പുറമേക്ക് വിടും. പുറമേക്ക് വരുമ്പം തല തിരിഞ്ഞും കൊണ്ടാണ് വരുന്നത്. എല്ലാ അർത്ഥത്തിലും തല തിരിഞ്ഞും കൊണ്ടാ. ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് തന്നെ. കിള്ളയെന്നല്ല, ഇല്ല പറഞ്ഞിട്ടാ. ഈ പറഞ്ഞതൊന്നും ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞ് പുറമേക്ക് വന്ന് പിന്നെ ഭഗവാനെ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ സേവിച്ച് അധർമ്മം ചെയ്ത് നടക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരുന്നു, വീണ്ടും മരിക്കുന്നു, വീണ്ടും ജനിക്കുന്നു. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഈ സംസാര ചക്രത്തിൽ ചുറ്റി അങ്ങനെ കഴിയുകയാണ്. കുറച്ച് സുഖം, കുറേ ദുഃഖം, ഇങ്ങനെ ക്ലേശിക്കുകയാണ് മനുഷ്യർ. അതുകൊണ്ട് അമ്മേ ഒന്ന് പറയട്ടെ, ഇവിടെ എത്തിയോ ഇമം പ്രാപ്യ ഭജസ്വമാം. ശാന്തി വേണോ? എന്നെ ഭജിച്ചോളുക, എന്നെ ആശ്രയിച്ചോളുക. ഇതാണ് അമ്മേ എനിക്ക് അമ്മയോട് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ ഭഗവാൻ പലതും പറയുന്നുണ്ട്. പറയുമ്പോഴൊക്കെ മനസ്സിലായോ ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം അവസാനം അമ്മ ചോദിക്കുകയാണ്, എന്ത് മനസ്സിലാവാൻ? ഇവിടെ മനസ്സിലാവാൻ മാത്രം എന്താ ഉള്ളത്? ഈ അമ്മ ശ്രദ്ധിക്കുന്നത് ഈ ഭഗവാൻ അങ്ങനെ പറയുന്ന സമയത്ത് ഭഗവാന്റെ ആ പവിടം പോലുള്ള ഭഗവാന്റെ ചുണ്ട്, ആ ഭഗവാന്റെ മുഖം, ഭഗവാന്റെ മുല്ലമൊട്ട് പോലുള്ള ആ പല്ലുകൾ. അമ്മയ്ക്ക് ധ്യാനമാണ്, ഭഗവത് ധ്യാനമാണ്. ഭഗവാൻ കൈകൊണ്ട് കാണിക്കുന്ന മുദ്രകൾ, തല കുലുക്കുന്നത്, ആ പ്രഭാഷണം ചെയ്യുമ്പോഴുള്ള സൗന്ദര്യം, അതാണ് അമ്മ മനസ്സിലെടുത്തത്, അതാണ് അമ്മ ശ്രദ്ധിച്ചത്. അതിലമ്മയുടെ മനസ്സങ്ങോട്ട് പറ്റി. അമ്മ പറയാണ്, എന്താ ഞാൻ ഭഗവാനെ അങ്ങയോട് പറയേണ്ടത്? അമ്മയുടെ കണ്ണ് നിറഞ്ഞു. കണ്ണീര് വിട്ടുകൊണ്ട് ആ അമ്മ പറയാണ്, ഭഗവാനെ ഒന്ന് ഞാൻ മനസ്സിലാക്കി, അങ്ങൊരാളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ ആ ഭക്തൻ്റെ ഭൃത്യനായും മകനായും ഒക്കെ വരും. അതിനൊന്നും അങ്ങേക്ക് ഒരു മടിയില്ല. അപാര കാരുണ്യമാണ് അങ്ങേക്ക്. സത്വം ഭൃതോ മേ ജഠരേണ നാഥ കഥം नु യസ്യോദര ഏതദാസീത്. ആ അങ്ങ് ഈ പ്രളയാവസാനത്തിൽ ഈ ലോകങ്ങൾ മുഴുവൻ അങ്ങയുടെ കുക്ഷിയിലാണ്, അങ്ങയുടെ ഉദരത്തിലാണ്. ആ ഭഗവാൻ, ആ ബ്രഹ്മം എൻ്റെ ഈ ഉദരത്തിൽ വന്ന് പറഞ്ഞില്ലേ? ഇതിലും വലിയൊരു ഭാഗ്യം ഈ അമ്മയ്ക്ക് ഇനി എന്താ ഉള്ളത്? അമ്മ കൃതാർത്ഥയായി എന്ന് പറഞ്ഞു. ആ ഭഗവാനെ തൊഴുതങ്ങോട്ട് നമസ്കരിക്കുന്നു ദേവഹൂതി. ആ അമ്മയുടെ ശരീരം ഒരു നദിയായി മാറിയെന്നാണ്. ഭൗതിക ശരീരം പോലും ലോക നന്മയ്ക്കായിട്ട്, ലോകത്തിന് ഉപകാരമായും കൊണ്ട് അങ്ങോട്ട് മാറി. അതാണ് സിദ്ധവാടി, സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധമായി. ഇന്നും ഹിമാചൽ പ്രദേശിൽ ആ നദി കാണാം എന്നാണ്. പിന്നീട് ഈ കപിലവാസുദേവരോ, കപിലോപി മഹായോഗി ഭഗവാൻ പിതുരാശ്രമാത് മാതരം സമനുജ്ഞാപ്യ പ്രാഗുദീചീം ദിശം യയൗ. ഇപ്പോഴും ഹിമാലയത്ത് സാഖ്യാചാര്യനായിട്ട്, സാഖ്യദർശനത്തിൻ്റെ ആചാര്യനായും കൊണ്ട് ഇപ്പോഴും ലോകത്തെ അനുഗ്രഹിച്ചും കൊണ്ട് അദ്ദേഹം കഴിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തൃതീയ സ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.